നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ്, എനിക്കൊരു റിക്വസ്റ്റ് വന്നു, അതിനനുസരിച്ചിട്ടുള്ള റീഡിംഗ് ആണ്. നിങ്ങളുടെ പേഴ്സൺ, തേർഡ് പാർട്ടി കണക്ഷനിൽ ഇരിക്കുന്ന ആ പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ തേർഡ് പാർട്ടി എന്ന് വെച്ചാൽ ഒരു ഭാര്യയും ഭർത്താവും ഭാര്യയും എങ്ങനെ ആയിക്കോട്ടെ, അതിനിടയിൽ പുറത്തുനിന്നൊരു റിലേഷൻഷിപ്പ്, ഭാര്യയ്ക്ക് വേറൊരാളോട് സ്നേഹം, ഭർത്താവിന് വേറൊരാളോട് സ്നേഹം, ആ സ്നേഹമുള്ള ആ ആളാണ് തേർഡ് പാർട്ടി ആയിട്ട് വരിക. കാരണം ഇവർ രണ്ടൊരു ലീഗൽ റിലേഷനാണ്, മറ്റേത് ഔട്ട്സൈഡറാണ്. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സണിൻ്റെ ഭാര്യയാണോ അതോ നിങ്ങൾ തേർഡ് പാർട്ടിയാണോ, നിങ്ങൾ പുറത്തുനിന്നുള്ള ആളാണോ, അങ്ങനെയാണ് നമ്മൾ തേർഡ് പാർട്ടി ആരാണെന്ന് ഡിസൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനൊരു റീഡിംഗ് ആണ് എടുക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ തേർഡ് പാർട്ടിയോടുള്ള നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്, ഇതാണ് അറിയേണ്ടത്. അപ്പോൾ 1, 2, 3 ഇത് അവർ തമ്മിലുള്ള ഓവറോൾ എനർജിയാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ഏതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്ത് വെക്കുക. ഇത് ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസൊനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് നമ്പർ ഇട്ടിട്ടുണ്ട്, കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് നോക്കുക എന്ന് പറഞ്ഞാൽ, ഇത് ഓവറോൾ എനർജി തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സണിൻ്റെയും, പിന്നെ അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കും, പിന്നെ നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്, പിന്നെ എന്താണ് നടക്കാൻ പോകുന്നത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ കാർഡിലേക്ക് പോവാം. ഇത് രണ്ടാമത്തെ കാർഡ്, ഇത് മൂന്നാമത്തെ കാർഡ്. ആദ്യത്തെ കാർഡിൻ്റെ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഓവറോൾ എനർജിയാണിത്. അപ്പോൾ നമുക്ക് ആദ്യം ഓറക്കിൾ മെസ്സേജ് നോക്കാം. പിന്നെ ഡെവിളിൻ്റെ കാര്യം, ടോക്സിസിറ്റി, ഒബ്സഷൻ, ഇതിൻ്റെ കാര്യം ഞാൻ ഏതൊരു റീഡിങ്ങിൽ പറഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെങ്ങനെ അവോയ്ഡ് ചെയ്യാമെന്ന്. നമ്മൾ ഹാപ്പി അല്ലാത്ത നമ്മളെപ്പോഴും നമ്മൾ ഹാപ്പിയാണോ, ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഹാപ്പി ആയാൽ മാത്രമേ നമ്മൾക്ക് മറ്റുള്ളവർക്ക് ഹാപ്പിനെസ് കൊടുക്കാൻ പറ്റുള്ളൂ, മനസ്സിലായോ? നമ്മളെപ്പോഴും ഫ്രസ്ട്രേറ്റഡ് ആണ്, നമ്മളെപ്പോഴും ദുഃഖത്തിലാണെങ്കിൽ നമ്മളെങ്ങനെ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് സന്തോഷം തരുന്ന സിറ്റുവേഷനിൽ നിൽക്കുക. നമുക്ക് സന്തോഷം തരാം, നമ്മൾ എത്ര ട്രൈ ചെയ്തിട്ടും നമുക്ക് തിരിച്ചിങ്ങോട്ടൊന്നും കിട്ടുന്നില്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. ആ സിറ്റുവേഷനാണ് ടോക്സിക് സിറ്റുവേഷൻ, നാർസിസിസം, ടോക്സിസിറ്റി, ഒബ്സെഷൻ, ആ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഒബ്സെഷൻ വേറെ, അയാൾക്ക് നമ്മളോട് ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ ഒബ്സസ് ആയിട്ട് അയാളോട് നമ്മൾ അട്രാക്റ്റഡ് ആണ്. പക്ഷെ അതുകൊണ്ട് നമുക്കൊരു ഗുണവും ഇല്ലല്ലോ, അല്ലേ? നമുക്കൊരു സന്തോഷം കിട്ടുന്നില്ല, ആ പേഴ്സൺ നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല, നമ്മളുടെ ആവശ്യങ്ങളൊന്നും നടത്തി തരുന്നില്ല, പിന്നെ നമ്മൾ ഒബ്സസ് ആയിട്ടും കാര്യമില്ല, നമ്മൾ ഹാപ്പി ആവണ്ടേ. അപ്പം അതൊരു ഫേക്ക് നമ്മളെ ഹാപ്പിനെസ് ആണ്, അതും ഒഴിവാക്കുക. അപ്പോൾ ചെകുത്താനെ എങ്ങനെ ഒഴിവാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ചെകുത്താന്മാരാണ്, അതിനെ മാക്സിമം ഒഴിവാക്കുക, ഇത്രയേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ മനസ്സിലാവും, അതൊന്ന് ഇരുന്ന് ആലോചിച്ചാൽ മതി, ഇത് ഞാൻ ഹാപ്പി ആണോ, നിങ്ങൾ അൺഹാപ്പിനെസ് ഉണ്ടാക്കിക്കൊണ്ടുവരരുത് കേട്ടോ. അപ്പോൾ അതാണ് ചെകുത്താൻ. ഓക്കെ, ഞാൻ ഈ പറഞ്ഞത് എക്സാക്റ്റ് ഇതല്ല, അതെങ്ങനെ ഒഴിവാക്കാൻ പറ്റുമ്പോൾ ഞാൻ നിങ്ങൾക്കൊരു വെയ്ഗ് ഐഡിയ തന്നതാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഓരോ സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്ന് പറഞ്ഞ് ഭർത്താവ് വർഷങ്ങളായിട്ട് കൂടെ താമസിക്കുന്ന ഭർത്താവിനെ ഉപേക്ഷിക്കാനോ ഭാര്യനെ ഉപേക്ഷിക്കാനോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. റിലേഷൻഷിപ്പ് ഉപയോഗിക്കാൻ നമ്മളുടെ ജീവിതത്തിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും, പക്ഷെ നമ്മളെ ഇങ്ങനെ ഇടിച്ചു താഴ്ത്തുന്ന, നമ്മളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്ന, ഫിസിക്കലിയും മെൻ്റലി ഉപദ്രവിക്കുന്ന, നമ്മളുടെ മേലെ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്ന എനർജീസിനെ നമ്മൾ ടോക്സിക് ആയിട്ട് കണക്കാക്കുക. അപ്പോൾ നമുക്ക് ഈ ആദ്യത്തെ കാർഡിൻ്റെ ഓറക്കിൾ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ആദ്യത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ, ഈ ഒരു സിറ്റുവേഷനിൽ ഉള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ്, ഇതാണ് നമ്മൾ നോക്കുന്നത്. ഈ ഒബ്സഷൻ വരുന്നത് മിക്കവാറും നമുക്കൊരാളോട് ഭയങ്കര സ്നേഹം വേറെ, ഒബ്സഷൻ വേറെ. നമ്മൾ ഒരാളോട് ഒബ്സസ്ഡ് ആവുന്നത് അത് സ്നേഹമാകണം എന്നില്ല. ചില സമയത്ത് നമ്മൾ സ്നേഹം എന്ന പദമില്ലേ, അതിനോടാണ് നമുക്ക് ഒബ്സഷൻ. പിന്നെ കുറേ ഇൻസെക്യൂരിറ്റീസ്, അപ്പോഴാണ് നമ്മൾ ടോക്സിക് ആയ സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും മീൻസ് ദൈവത്തോട് അടുത്തിരിക്കുന്നവരാണെങ്കിൽ, സ്പിരിച്വലി കുറച്ചും കൂടെ അവെയറുള്ളവരാണെങ്കിൽ നമുക്ക് പേടി കുറവായിരിക്കും. ആരും ഉണ്ടാവില്ല, നാളെ ആരും ഉണ്ടാവില്ല, ഇത് പോയാൽ എന്ത് ചെയ്യും എന്നൊരു ചിന്ത മാറും കേട്ടോ. അതൊക്കെ കൊണ്ടിട്ടാണ് ആൾക്കാർ ടോക്സിക് സിറ്റുവേഷനിൽ നിൽക്കുന്ന, ഇൻസെക്യൂരിറ്റി,
ആരും ഇല്ലാതായി പോയാലോ എന്നൊരു പേടി, ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഭഗവാനെ നമഃ ശിവായ, ഓം 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 നമഃ ശിവായ. ഇവിടെ ഒരു പൊട്ട കാർഡ്സ് വീണിട്ടുണ്ട്. ഞാൻ എല്ലാം പറഞ്ഞു തരാം. എന്താണ്, പലർക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് ആയിരിക്കാം, കുറേ പേരാണല്ലോ കാണുന്നത്. അപ്പോൾ ഇവിടെ കാർഡ്സ് ഏതൊക്കെയാണ് വന്നിട്ടുള്ളത്? മഹാശിവരാത്രിയോടനുബന്ധിച്ച് ലവ് ആൻഡ് ഹാർമണി അവൈറ്റ്, വളരെ സന്തോഷകരമായ ഒരു സ്നേഹബന്ധം നിങ്ങളുടെ സോൾമേറ്റ് ആയിട്ട് ഉരുത്തിരിയും ഒരു മഹാശിവരാത്രിയോടനുബന്ധിച്ച് എന്നാണ് പറയുന്നത്. പിന്നെ സെൽഫ് കെയർ, നിങ്ങൾ എന്ത് സിറ്റുവേഷനിലാണെങ്കിലും നിങ്ങളുടെ കാര്യം നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, എന്താണ് നിങ്ങൾ ചെയ്യുന്ന ആ കാര്യം നിർത്തി വെച്ചിട്ട് നിങ്ങളുടെ കാര്യം നോക്കുക. ഭക്ഷണം, ഉറക്കം, എക്സസൈസ്, ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യണം. ശരീരശുദ്ധി, ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ കാർഡ് മറിഞ്ഞിട്ടില്ല. പിന്നെ ഉള്ളത് സീസ് ദ മൊമെൻറ്റ്. ചിലർക്ക് എക്സിക്യൂട്ട് യുവർ പ്ലാൻസ് ഫോർ സക്സസ്, ഇതാണ് കറക്റ്റ് സമയം. ഈ സമയത്ത് നിങ്ങളൊരു കാര്യം തുടങ്ങി വെച്ചാൽ അത് സക്സസ്ഫുൾ ആകുമെന്ന് പറയുന്നുണ്ട്. ഹാർനസ് ദ പവർ ഓഫ് രുദ്രമന്ത്ര. അപ്പോൾ നിങ്ങൾക്ക് ഭക്തി, ദൈവത്തിനോടുള്ള അടുപ്പം വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് രുദ്രമന്ത്ര ഹിന്ദുക്കൾ പ്രാർത്ഥിക്കുന്ന ഓം നമോ ഭഗവതേ രുദ്രായ, ഇത് പ്രാർത്ഥിക്കണം. എന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഡിസയേഴ്സ്, ആഗ്രഹങ്ങളെല്ലാം സാധിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ചില സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ട്, അതിനു വേണ്ടി ദൈവത്തിനോട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ചിലരോട് പറയുന്നത് നമ്മൾ പർവ്വതങ്ങളെ പോലെ ആയിരിക്കണം. എന്ത് പ്രതിസന്ധി നമ്മളുടെ മുമ്പിൽ വന്നാലും നമ്മൾ കുലുങ്ങാതെ നിൽക്കണം, ആ പ്രതിസന്ധിയെ പ്രതിരോധിക്കാൻ. പിന്നെയുള്ളത് ക്രോസ് റോഡ്, ചിലരൊരു വഴിത്തിരിവിലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വഴിത്തിരിവിൽ നമ്മളൊരു വഴി, ഒരു ജംഗ്ഷനിലെത്തി നമുക്ക് എത്തുമ്പോഴില്ല ഇത് എവിടെയാണ്, നമ്മൾ പുതിയ സ്ഥലത്തെത്തിയേക്കുക. ഒരു റിലേഷൻഷിപ്പിലായിരിക്കും ഈ കാര്യം വരുന്നത്, ചിലപ്പോൾ കരിയറിലായിരിക്കാം. ഒരു വഴിത്തിരിവിലെത്തി നിൽക്കുമ്പോൾ നമുക്ക് എങ്ങോട്ട് പോകണമെന്നറിയില്ല, ഇതെടുക്കണോ അതെടുക്കണോ അറിയില്ല. അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ ഒരു സഹായം വേണ്ടി വരുമെന്ന് പറയുന്നുണ്ട്. പിന്നെയുള്ളത് പോസിറ്റീവ് ഔട്ട്ലുക്ക് വെക്കണം. നിങ്ങളെല്ലാം പോസിറ്റീവായിട്ട് കാണണം, ഒരിക്കലും നെഗറ്റിവിറ്റിയിലേക്ക് പോകരുത്. അപ്പോൾ അതുപോലെ തന്നെ പ്രോബ്ലംസ് എന്താണോ, പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിരിക്കാതെ ഈ പ്രശ്നമുണ്ട് എന്ന് നമുക്കറിയാം, ഇതിന് പ്രതിവിധി എന്താണ്, അതാണ് നമ്മൾ നോക്കേണ്ടത് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത്രയുമാണ് നിങ്ങൾക്ക് വന്ന കാർഡ്സ്. ഇനി തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഓവറോൾ എനർജി എന്താണെന്ന് നോക്കാം. 6 ഓഫ് കപ്സ് ആണ്. 6 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ വളരെ പഴക്കമുള്ള റിലേഷൻഷിപ്പ്, ചിലപ്പോൾ ഒപ്പം പഠിച്ചിരുന്നവർ, അടുത്തടുത്ത് താമസിച്ചിരുന്നവർ, ഫ്രണ്ട്സിൻ്റെ മക്കൾ, അങ്ങനെ കുറച്ച് പഴക്കമുള്ള ഒരു സിറ്റുവേഷനാണ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ. ഇതൊരു തേർഡ് പാർട്ടി ചിലപ്പോൾ എക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഫ്രണ്ട് ആയിരുന്നു, ഒരു നെയ്ബർ ആയിരുന്നു, പിന്നെ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഉടലെടുത്ത പോലെയും ആവാം. എന്തായാലും ഇവർ ഭയങ്കര ഫെമിലിയർ ആയ 2 പേരാണ്. ഒരുപോലെ ചിന്തിക്കുന്ന, ഒരുപോലെ മീൻസ് ഒരു പാസ്റ്റ്, ഒരുമിച്ചൊരു പാസ്റ്റ് ഉള്ള ആളുകളാണ്. ഇപ്പോൾ നിങ്ങൾ 3 പേരും കൂടി ഇരിക്കും, ഇവർ തമ്മിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഒറ്റപ്പെടുന്ന പോലെ, മനസ്സിലാവുണ്ടോ? ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ആളായിരിക്കാം, ഭർത്താവിൻ്റെ ഫ്രണ്ട്, ഭാര്യയുടെ ഫ്രണ്ട് ഒക്കെ ആവാം. എന്തായാലും ഇതാണ് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഭയങ്കര ഫെമിലിയാരിറ്റി ഉണ്ട്, കുറേ നൊസ്റ്റാൾജിക് ഫീലിങ്സ് ഉള്ള, എന്ന് വെച്ചാൽ പഴയ ആളുകൾ നമ്മളുടെ അറിയാമല്ലോ. അപ്പോൾ നമ്മളെക്കുറിച്ച് നന്നായിട്ട് അറിയുന്നവരാണ് ഈ പഴയ, പണ്ടേ നമ്മൾ അറിയുന്നവർ, നമ്മളെക്കുറിച്ച് പല കാര്യങ്ങളും അറിയുന്നവരാണ്. മദർ ഓഫ് കപ്സ് ആണ് അൺകണ്ടീഷണൽ ലവ്. അപ്പോൾ തേർഡ് പാർട്ടിക്കാണോ നിങ്ങളുടെ പേഴ്സണോട് അൺകണ്ടീഷണൽ ലവ് ഉള്ളത്? ഇവർ തമ്മിൽ ലവേഴ്സ് ആയിരുന്നു, അല്ലെങ്കിൽ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ അതിയായി മോഹിച്ചിരുന്നു. അവരിപ്പോഴും സിംഗിളാണ്, വിവാഹം കഴിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇത് റിവേഴ്സാണ് വരുന്നത്. അപ്പോൾ അവർ സിംഗിളാണ്, അവർ ഫിനാൻഷ്യൽ അവർക്ക് സപ്പോർട്ടില്ല ഇപ്പോൾ ആരുടെ നിന്നും. അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ച ഒരു ഇത് ഫീമെയിൽ എനർജീസാണ്, രണ്ടും ഫീമെയിൽ എനർജീസാണ്. ഒന്ന് അൺകണ്ടീഷണൽ ലവാണ്, പിന്നെ ഉള്ളത് 9 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ്. 9 ഓഫ് പെൻറ്റക്കിൾസ് അപ്രൈറ്റ് എന്ന് പറയുമ്പോൾ വളരെ കാര്യക്ഷമതയുള്ള, ഇഷ്ടംപോലെ പണമുള്ള, പ്രശസ്തിയുള്ള ഒരു ഫീമെയിൽ സിംഗിൾ എനർജിയാണ്. റിവേഴ്സ് വരുമ്പോൾ ഇത് ചിലപ്പോൾ ഡിവോഴ്സ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ച, പക്ഷെ എന്നാലും ഫീമെയിൽ എനർജിയാണ്. ഇത് മാസ്കുലിൻ ആയിരിക്കാം, പക്ഷേ ഫെമിനിനിറ്റി കൂടുതലുള്ള ഒരു എനർജി ആവാം.
എന്തായാലും ഈ എനർജി ഇപ്പോൾ ആരും നോക്കാനില്ല, പൈസയില്ല, ഒരു ജീവിക്കാൻ ഒരു വഴിയില്ലാതിരിക്കുന്ന പോലെ. മനസ്സിലായോ? അങ്ങനെ അതാണ് തേർഡ് പാർട്ടി ഇവിടെ കാണിക്കുന്നത്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ. ഇവിടെ ഒരു ഇമോഷണൽ സിറ്റുവേഷൻ ഉണ്ട്. ഭയങ്കര ഡീപ്പായിട്ടുള്ളൊരു സ്നേഹം ഇവിടെ കാണിക്കുന്നുണ്ട്. ആർക്ക് ആരോട് എന്നതിനേക്കാൾ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോടാവാനാണ് വഴി. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ അവരുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ കൊണ്ടിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇവരുമായിട്ട് കല്യാണം കഴിക്കാൻ പറ്റാതിരിക്കുകയോ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങാൻ പറ്റാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടാവാം. മനസ്സിലായോ? അതാണ് സിറ്റുവേഷൻ. ഓക്കെ, അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ്? തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ്? തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ്? കുറേ കാർഡ്സ് മറിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നേരെയാക്കാൻ നോക്കിയപ്പോൾ പിന്നെയും കുറേ കാർഡ്സ് മറിഞ്ഞപ്പോൾ ഞാനത് വിട്ടു. ഇപ്പം അതിൻ്റെ കുറേ നടക്കല്ല. മറിഞ്ഞ് റിവേഴ്സ് വരാനുള്ള കാർഡ്സ് വരും. അതൊരു നിമിത്തമാണ്. ഓക്കെ, അവർ തമ്മിലുള്ള സിറ്റുവേഷൻ, നിങ്ങളെ വിവാഹം കഴിച്ചപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അവരോട് പറയാതെയാണോ, അതോ അവരോട് പറഞ്ഞിട്ട് വീട്ടുകാർ സമ്മതിക്കില്ല അതുകൊണ്ടാണ് ഞാൻ വിവാഹം കഴിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരു ഒഴികഴിവ് പറഞ്ഞിട്ട് അവരെ വിവാഹം കഴിക്കാതെ ഇരുന്ന പോലെയാണ് സിറ്റുവേഷൻ കാണിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അവർ ആ പഴയ റിലേഷൻഷിപ്പ് പൊടി തട്ടി എടുക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇപ്പോൾ ഇവർ ഭയങ്കര ഹാപ്പിയാണ് എന്നാണ് കാണിക്കുന്നത്. കറണ്ട് സിറ്റുവേഷനിൽ ഈ പേഴ്സൺ ഭയങ്കര, തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും ഭയങ്കര ഹാപ്പി ആണെന്നാണ്. ഇതൊരു ഡിവൈൻ ലവ് പോലെ വളരെ ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, വളരെ സന്തോഷമുള്ള റിലേഷൻഷിപ്പ്. അപ്പം 10 of Swords എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റിലേഷൻഷിപ്പ് അവസാനിച്ചതായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഈ ഇടയായിട്ടായിരിക്കും ചിലപ്പോൾ തിരിച്ച് വന്നത്. ഇപ്പോൾ രണ്ടുപേരും എന്താ പറയുക, ഒരു ഇവർക്ക് ഇനി ഇതിപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും തേർഡ് പാർട്ടി സിറ്റുവേഷൻ. അപ്പോൾ അവർ മാക്സിമം കിട്ടുന്ന സമയം മാക്സിമം മുതലെടുക്കുകയാണെന്ന് പറയില്ലേ നമ്മൾ, അതുപോലത്തെ ഒരു സിറ്റുവേഷനാണ്. ഇനി ഒരു ചാൻസ് കിട്ടിയില്ലെങ്കിലോ എന്നൊരു ഉള്ളിലൊരു ടെൻഷൻ ഉള്ളത് കൊണ്ട് രണ്ടുപേരും മാക്സിമം എൻജോയ് ചെയ്യാണ്. ഇവർക്ക് കുട്ടികളുണ്ടെന്നുള്ളൂ തേർഡ് പാർട്ടിക്ക്, പക്ഷെ സിംഗിൾ എനർജിയാണ്. അപ്പോൾ ഹസ്ബൻഡ് പോയതായിരിക്കാം. എന്തായാലും നിങ്ങളുടെ പേഴ്സൺ കുട്ടികളെയും അവരെയും നന്നായിട്ട് നോക്കുന്നു, അവരുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്, വളരെ ഹാപ്പിയാണ് അവരുടെ സിറ്റുവേഷൻ എന്നാണ് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് ക്ലാരിഫൈ ചെയ്യുന്നത് 10 of Swords റിവേഴ്സിനെ ക്ലാരിഫൈ ചെയ്യുന്നത് എംപററും ഡോട്ടർ ഓഫ് വോൺസും ആണ്. ഡോട്ടർ ഓഫ് വോൺസ് പ്ലാനിങ്. ഈ പേഴ്സൺ, നിങ്ങളുടെ പേഴ്സൺ നല്ല പണമുള്ള ഒരാളാണ്, നല്ല ഉയർന്ന പദവിയിൽ നിൽക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഈ പേഴ്സണ് രണ്ട് ഫാമിലിയൊക്കെ ഒരുപോലെ കൊണ്ടുപോകാൻ കഴിവുള്ള ആളാണ്. എന്നുവെച്ചാൽ അവർക്ക് വേണ്ടിയും പണം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ പാസ്റ്റ് ഒരിക്കലും വിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഗിൽറ്റി കോൺഷ്യസ് ഉണ്ടായിരിക്കും. എന്താണ്, ജഡ്ജ്മെൻറ്റ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഗിൽറ്റി കോൺഷ്യസ്, അപ്പം അവർക്ക് അന്ന് കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം ഇന്ന് നിങ്ങളുടെ പേഴ്സൺ അവർക്ക് കൊടുക്കുന്നുണ്ട് തേർഡ് പാർട്ടിക്ക്. 3 of Pentacles കാണിക്കുന്നത് വളരെ സ്വരുമയോടെയാണ് അവർ പോകുന്നതെന്നാണ്. ഇടയ്ക്ക് അവരെ ഇട്ട് ഭയങ്കര തഴഞ്ഞിട്ട് നിങ്ങളുടെ വിവാഹം കഴിക്കുകയോ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് വയ്ക്കുകയോ, അപ്പോൾ അതൊരു വളരെ ഒരു കർമ്മത്തിൻ്റെ ഒരു കർമ്മഫലമാണ്. ഇപ്പം അത് കഴിഞ്ഞ് നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിൽ പ്രശ്നമുണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഈ നിങ്ങളുടെ പേഴ്സൺ അതൊരു കർമ്മ ഫലമാണ് അനുഭവിക്കുന്നതെന്നൊക്കെ ഒരു ഗിൽറ്റി കോൺഷ്യസ് ഉണ്ടായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇവരെ അന്വേഷിച്ച് കണ്ടെത്തിയതായിരിക്കാം. അപ്പോൾ ഇവരുടെ സിറ്റുവേഷൻ മോശമാണ്, ഇവരെ നോക്കാനൊന്നും ആരുമില്ല എന്ന് അറിഞ്ഞപ്പോൾ ഏറ്റെടുത്തതായിരിക്കാം ഇവരെ കേട്ടോ. എന്തായാലും ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. ഇവിടെ ജഡ്ജ്മെൻറ്റ് സ്കോർപ്പിയോ ആണത്, പിന്നെ ഏരീസ്, എംപറർ. ഓക്കെ, അപ്പോൾ അതാണ് സിറ്റുവേഷൻ ഇപ്പോഴത്തെ. തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴുള്ള ഫീലിങ്സ് എന്താണ്? ആ
ആദ്യം നിങ്ങളുടെ പേഴ്സണ് ഇത് വളരെ സീക്രട്ടീവായിട്ടാണ് വെച്ചിരുന്നത് ഈ റിലേഷൻഷിപ്പ്, തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ്. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അത് ആ ഒരു സീക്രട്ടായിട്ട് കാര്യങ്ങൾ വെക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഇവർ പരസ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നതെല്ലാം. മനസ്സിലായി? നിങ്ങൾ ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ലായിരിക്കാം. എന്തായാലും ഇവർ വളരെ പരസ്യമായിട്ടാണ്, ഒരു ഫാമിലി പോലെയാണ് യാത്ര ചെയ്യുന്നതെല്ലാം. എല്ലാ കാര്യങ്ങളും ഈ പേഴ്സൺ അവരുടെ വീട്ടിൽ പോയി അന്വേഷിക്കുന്നൊക്കെ ഉണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളുടെ കൂടെ അല്ലായിരിക്കാം ജീവിക്കുന്നത്, എബ്രോഡ് വർക്ക് ചെയ്യുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എബ്രോഡും ഈ പേഴ്സൺ നാട്ടിലായിരിക്കാം. എന്തായാലും ഈ പേഴ്സൺ വളരെ ഫ്രീ ആയിട്ടാണ് തേർഡ് പാർട്ടിയുടെ ഫാമിലി ആയിട്ട് ഇടപെടുന്നത്. ഒരു റിസ്ക് എടുക്കുക എന്ന് ആ പേഴ്സൺ അറിയാം, പക്ഷെ ആ പേഴ്സൺ എൻജോയ് ചെയ്യാണിത്, ഒരു ന്യൂ ബിഗിനിങ്. അതാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹം. അപ്പം നിങ്ങളുടെ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ഈ തേർഡ് പാർട്ടിയായിട്ടുള്ള വളരെ ഹാപ്പി ആണെന്നാണ് പറയുന്നത്. ആ നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ നിങ്ങളുടെ പേഴ്സണെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ പേഴ്സൺ രണ്ടും കൽപ്പിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. ആദ്യമൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു, 4 പേര് അറിഞ്ഞാൽ എന്തായിരിക്കും, കുറച്ച് സീക്രട്ടീവായിട്ടൊക്കെ ഇരുന്നു. പക്ഷെ ഇപ്പോൾ രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങിയേക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്തോ ഒരു പഴയ ഇത് ലൈഫ് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പെരുമാറുന്നത് തേർഡ് പാർട്ടിയോട്. തേർഡ് പാർട്ടിയെ ഭയങ്കര ഹാപ്പിയാണെന്ന് പറയുന്നുണ്ട്, പക്ഷെ ഇവിടെ സ്നേഹമൊന്നും കാണിക്കുന്നില്ല കേട്ടോ. ചിലപ്പോൾ ഒരു കടപ്പാട് പോലെ ആയിരിക്കാം. അപ്പോൾ രണ്ടും കൽപ്പിച്ചാണ്, ഒരു ചോയ്സ് എടുത്തിട്ടുണ്ട് പേഴ്സൺ, സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് ഞാൻ മുമ്പോട്ട് കൊണ്ടുപോവുക തന്നെയാണ് എന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അവരുടെ കുട്ടികളെയും കൂടെ ഈ നിങ്ങളുടെ പേഴ്സൺ ഏറ്റെടുത്തിട്ടുണ്ട്. ആദ്യം ഈ പേഴ്സൺ കുറച്ച് സീക്രട്ടീവ് ആയിരുന്നു, ഇതൊരു കടം തീർക്കുന്ന പോലെ ഒരു സിറ്റുവേഷനാണ്. പക്ഷെ ഇപ്പോൾ പബ്ലിക് റെക്കഗ്നിഷൻ തേർഡ് പാർട്ടിക്ക് കൊടുക്കണം എന്നൊരു ഫീലിംഗ് നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. കുട്ടികളൊന്നും ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ആണെന്ന് തോന്നുന്നില്ല ഇവിടെ. എന്തായാലും നിങ്ങളോട് തുറന്ന് പറയും ഈ പേഴ്സൺ. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണ് പേടിയില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ചോദിച്ച് ബഹളം ഉണ്ടാക്കിയാൽ തന്നെ അതൊരു പ്രശ്നമാകില്ല എന്നൊരു ചിന്ത നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. വളരെ സ്ട്രോങ്, വളരെ പ്രൊട്ടക്റ്റീവാണ് തേർഡ് പാർട്ടിയുടെ കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സൺ. വളരെ കെയറിങ് ആണ്, വളരെ പ്രൊട്ടക്റ്റീവാണ്. അപ്പോൾ എന്ത് പ്രശ്നങ്ങളെയും എതിരിടാൻ വേണ്ടി സന്നദ്ധനാണ് അല്ലെങ്കിൽ സന്നദ്ധയാണ് നിങ്ങളുടെ പേഴ്സൺ കേട്ടോ. രണ്ടും കൽപ്പിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. ഇത് വെർഗോ ക്യാൻസർ, വെർഗോ പൈസീസ്, അക്വേറിയസ് ഏരീസ് എന്ന് പറയും. രണ്ടും വരും ഇവിടെ. രണ്ടും കൽപ്പിച്ചാണ് നിങ്ങളുടെ പേഴ്സൺ. ഇവരോട് ലവ് ഓഫർ, ഇവർ കൂടുതൽ പ്രൊട്ടക്ഷനാണ് ഇവർക്ക് കൊടുക്കുന്നത്, കെയറും പ്രൊട്ടക്ഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ പണ്ടും ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇവരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, ഇപ്പോഴും സ്നേഹമില്ലായിരിക്കാം. പക്ഷേ ഈ പേഴ്സണൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഇപ്പോൾ, എന്ന് വെച്ചാൽ എന്തോ ഒരു കടം വീട്ടുന്ന പോലെ. അപ്പോൾ ഇവരെ അന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതിനുള്ളൊരു കുറ്റബോധം ഈ പേഴ്സൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ടാവാം. ഇത് കടം വീട്ടുന്നത് പോലെയാണ്. കാരണം തേർഡ് പാർട്ടിയുടെ സൈഡിൽ നിന്നാണ് മുഴുവൻ സ്നേഹം ഉണ്ടായത്. നിങ്ങളുടെ പേഴ്സൺ ഒരു കടപ്പാടാണ് തേർഡ് പാർട്ടി, മനസ്സിലായോ? അപ്പോൾ അവർ ചിലപ്പോൾ വൈകിയായിരിക്കും വിവാഹം കഴിച്ചതൊക്കെ. അല്ലെങ്കിൽ അവർ വിവാഹം കഴിച്ചിട്ട് അവർക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അവരുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ വൈഫുമായിട്ട്. കാരണം നിങ്ങളുടെ പേഴ്സണെയാണ് ഇവരെന്നും ഇഷ്ടപ്പെട്ടിരുന്നത്. അപ്പോൾ ആ ഒരു ബോധം വന്നപ്പോൾ, ആ തിരിച്ചറിവ് വന്നപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അവരെ അന്വേഷിച്ച് കണ്ടെത്തിയതായിരിക്കാം. അല്ലെങ്കിൽ അവർ വഴിക്ക് എവിടെയെങ്കിലും വെച്ച് കൂട്ടിമുട്ടിയ 2 പേരായിരിക്കാം. മനസ്സിലായോ? വിധി അവരെ പിന്നെയും ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ചേർത്തതായിരിക്കാം. നമുക്ക് കുറേ കടങ്ങളുണ്ട്. അപ്പോൾ അതുപോലൊരു സിറ്റുവേഷനാണ് ഇവിടെ. എന്തായാലും നിങ്ങളുടെ പേഴ്സൺ രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു പൊട്ടൻഷ്യലി ഇനി എന്താണ് നടക്കാൻ പോകുന്നത് അതാണ് നമ്മൾ നോക്കുന്നത്. ഇനി ഇവിടെ എന്താണ് നടക്കാൻ പോകുന്നത്? അമ്മ കാർഡ്സ് വലിച്ചെറിഞ്ഞു, അതൊട്ടും ശരിയായില്ല, കുറച്ച് ക്രൂരമായി പോയി അത്. ഒരു മിനിറ്റ്, ഞാൻ ഈ കാർഡൊക്കെ ഒന്ന് എടുത്തോട്ടെ. കുറച്ചധികം കാർഡ് താഴെ വീഴും, തട്ടിത്തെറിപ്പിച്ച പോലെ.
നമുക്ക് ചോദിച്ചു നോക്കാം. ഇനി എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത്? ഇവർ തമ്മിൽ ഇനി എന്താണ് നടക്കാൻ പോകുന്നത്? എംപ്രസ്. ഈ പേഴ്സൺ, നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഒരു ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നുണ്ട് തേർഡ് പാർട്ടി ആയിട്ട് കേട്ടോ. തേർഡ് പാർട്ടിയെ ഒരു എംപ്രസ് ആയിട്ടാണ് ഈ പേഴ്സൺ കാണുന്നത്. തേർഡ് പാർട്ടി ഒരു ലേഡി അല്ലെങ്കിൽ ഒരു ജെന്റിൽമാൻ ആയിരിക്കാം, മനസ്സിലായോ? അപ്പോൾ അവരെ പൊന്നുപോലെ നോക്കണം എന്ന് പറയില്ല, അവർ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, അവർ പൊന്നുപോലെ നോക്കണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതൊരു അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണെന്ന് നിങ്ങളുടെ പേഴ്സണ് ബോധമുണ്ട്. പക്ഷെ മാക്സിമം ഇവരെ സഹായിക്കണം, ഇവരെ നോക്കണം എന്ന് തന്നെയാണ്. അവർ അർഹിക്കുന്ന ആ ഒരു ലെവലിൽ അവരെ നോക്കണം. ഈ നിങ്ങളുടെ പേഴ്സൺ എംപററാണ്, ഇവിടെ വന്നേക്കുന്നത് എംപ്രസ് ആണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ ലെവലിൽ തന്നെയുള്ള ഒരു എനർജി ആയിട്ടാണ് തേർഡ് പാർട്ടിയെ കാണുന്നത്. അപ്പോൾ അവർ നല്ല എഡ്യൂക്കേറ്റഡ് ആയിരിക്കാം, ചിലപ്പോൾ നല്ല ജോലി ഉണ്ടായിരുന്ന ഒരാളായിരിക്കും, ചിലപ്പോൾ ഇവർ രണ്ടുപേരും ഒരേ ലെവലിൽ പഠിച്ചവരായിരിക്കാം, അറിയില്ല. എന്തായാലും എംപററാണ് നിങ്ങളുടെ പേഴ്സൺ, ഇത് എംപ്രസ് ആണ്. അപ്പം ഒരു ഹസ്ബൻഡ് വൈഫ് അല്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ലല്ലോ, നിങ്ങൾ തേർഡ് പാർട്ടിയാണത്. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഒരു സെയിം ലെവലിൽ അല്ലെങ്കിൽ അതേ ഗ്രോത്ത് ഇവർക്ക് വേണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആൾക്കാരെ അപ്പോൾ കഷ്ടപ്പെട്ടതെന്ന് അവരെ കംപ്ലീറ്റ് ആയിട്ട് പുറത്തേക്ക് കൊണ്ടുവരണം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഇവർക്ക് കിട്ടാതിരുന്ന കാര്യങ്ങളെല്ലാം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ നിങ്ങളുടെ പേഴ്സണെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ ഇവർക്ക് നിങ്ങളുടെ ആ ലെവലായിരിക്കുമല്ലോ ഇവർക്ക് ഉണ്ടാവുക. അപ്പോൾ ആ ലെവലിലേക്ക് അവരെ കൊണ്ടുവരണം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത്. ഇവർ ഭയങ്കര ജ്ഞാനമുള്ള, നല്ല അറിവുള്ള, നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ് തേർഡ് പാർട്ടി. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒബ്സെസ്ഡ് ആണ്. അപ്പോൾ അൺഅച്ചീവബിൾ ആണ്, ഇത് നടക്കാൻ പോസിബിലിറ്റി കുറവാണ്, മനസ്സിലായി? ഇത് പബ്ലിക് റെക്കഗ്നിഷൻ കിട്ടാൻ, ഈ റിലേഷൻഷിപ്പിന് പബ്ലിക് റെക്കഗ്നിഷൻ കിട്ടാനും നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു റെക്കഗ്നിഷൻ കിട്ടാനും ഈ പേഴ്സൻ്റെ ഫാമിലിയും ഫ്രണ്ട്സും ആക്സെപ്റ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണെന്ന് അറിയാം. പക്ഷേ ഈ പേഴ്സൺ ഒബ്സെസീവ്ലി അത് സാധിച്ചെടുക്കാനാണ് നോക്കുന്നത്. മജിഷ്യനാണ്, മാജിക്ക് എങ്ങനെയെങ്കിലും ഇത് നടത്തിയെടുക്കണം. ചിലപ്പോൾ ഇവരെയും കൂടെ വിവാഹം കഴിക്കണമെന്ന് നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ ഉപേക്ഷിക്കണം എന്നല്ല, ഇവരെയും കൂടെ ലൈഫിലേക്ക് കൊണ്ടുവരണം എന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടാവാം. കാരണം ഇവിടെ 3 ഓഫ് കപ്സ് കാണിക്കുന്നുണ്ട്. 3 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റി, ലവിങ് കമ്മ്യൂണിറ്റി, ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണം എന്ന് വെച്ചാൽ അവരെയും കൂടെ നിങ്ങളുടെ ഫാമിലിയിലേക്ക് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ എന്നാണ് നിങ്ങളുടെ പേഴ്സൺ നോക്കുന്നത്. തേർഡ് പാർട്ടിയെ വിട്ടുകളയാൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊരു കടം തീർക്കൽ പോലെയുള്ള ഒരു സിറ്റുവേഷനാണ്. പക്ഷേ ഈ പേഴ്സൺ ഭയങ്കര ഇമ്പൾസീവ് ആയിട്ടാണ് പെരുമാറുന്നത്. കോൺസിക്വൻസസിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല നിങ്ങളുടെ പേഴ്സൺ. ഇത് വലിയൊരു പ്രശ്നമായിട്ടാണ് മാറാൻ പോകുന്നത് ഫ്യൂച്ചറിൽ. കാപ്രിക്കോൺ ഉണ്ട്, ജെമിനായി ഉണ്ട്, വെർഗോ പൈസീസ്, ടോറസ് ലീബ്ര, വെർഗോ, അക്വേറിയസ്, ക്യാൻസർ, വെർഗോ പൈസീസ്. വെർഗോ പൈസീസ് 2 പ്രാവശ്യം കണ്ടു. സ്കോർപ്പിയോ, ഏരീസ്, ബാക്കിയെല്ലാം ഇതെല്ലാം ഞാൻ പറഞ്ഞതാണ്, ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ കാർഡിൻ്റെ റീഡിങ്. ഇനി ഞാൻ രണ്ടാമത്തെ കാർഡിൻ്റെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഓറക്കിൾ മെസ്സേജാണ് ആദ്യം നോക്കേണ്ടത്. രണ്ടാമത്തെ കാർഡിൻ്റെ റീഡിങ്. ഇത് തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും കൂടെയുള്ള ഇപ്പോഴത്തെ എനർജിയാണ് കേട്ടോ. നമുക്ക് ആദ്യം ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഈ ഒരു രണ്ടാമത്തെ റീഡിങ്ങിലേക്ക് വന്നപ്പോൾ ഞാൻ കുറച്ച് സ്ലോ ആയ പോലെ, എൻ്റെ എനർജി കുറച്ച് സ്ലോ ആയ പോലെ തോന്നുന്നുണ്ട് എനിക്ക്. അപ്പോൾ എന്താണ് ഓറക്കിൾ മെസ്സേജ് നോക്കാം.
ഇന്നത്തെ കാർഡ്സ് എടുത്തേക്കുന്നവർക്കുള്ള ഓറക്കിൾ മെസ്സേജ്. ഒരു കാർഡേ തിരിഞ്ഞിട്ടുള്ളൂ. ഇത് സ്നേക്കാണ്. പ്യൂരിഫൈ ത്രൂ യുവർ ത്രോട്ട് ചക്ര. അപ്പോൾ കമ്മ്യൂണിക്കേഷനാണ് ഇവിടെ മെയിനായിട്ട്. നിങ്ങൾ സംസാരിക്കുന്നത്, നിങ്ങളുടെ വാക്കുകൾ വളരെ ക്ലിയർ ആയിരിക്കണം, ആക്യുറേറ്റ്. എന്ത് പറയണം, ആരോട് പറയണം, എപ്പോൾ പറയണം, സന്ദർഭം നോക്കി ആളെ നോക്കി സംസാരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജിയാണിത്. 9 of Wands. നിങ്ങൾ തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കാൻ നിങ്ങളുടെ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടോ? എന്തായാലും ഒരു വലിയൊരു വഴക്ക് കഴിഞ്ഞിട്ട് എന്നാലും ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിക്കുന്ന ഒരു എനർജിയാണിത്. ചിലപ്പോൾ തേർഡ് പാർട്ടി ആയിട്ടായിരിക്കും വഴക്കിടുന്നത് നിങ്ങളുടെ പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങളോട് വഴക്കിട്ടിട്ട്. എന്തായാലും തേർഡ് പാർട്ടിയോട് ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാം എന്നാണ് പേഴ്സൻ്റെ ഒരു ചിന്ത. രണ്ടുപേരും തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ വഴക്കുണ്ടാകുന്നുണ്ട്. പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയിട്ടില്ല. രണ്ടുപേരും ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് ഇനി തിരിച്ച് പിന്നെ അപ്പോൾ ചിലപ്പോൾ അവർ തമ്മിൽ ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം. എന്നാലും കംപ്ലീറ്റ് ആയിട്ട് വിട്ട് കളഞ്ഞിട്ടില്ല റിലേഷൻഷിപ്പ്. കമ്മ്യൂണിക്കേഷൻ, ഒരു പുതിയ കമ്മ്യൂണിക്കേഷൻ തേർഡ് പാർട്ടിയുമായിട്ട്. അപ്പോൾ ചിലപ്പോൾ ഇവർ നോ കോണ്ടാക്റ്റിലായിരുന്നിരിക്കാം, നല്ലൊരു വഴക്കൊക്കെ ഉണ്ടായിട്ട് മിണ്ടാതിരുന്നിരിക്കും കുറേ നാൾ. അപ്പോൾ എന്നാലും പിന്നെയും ഒരു പുതിയ ഓഫർ, രണ്ടുപേരും കൂടെ പിന്നെയും ആരോ ഒരാൾ മറ്റേ ആളെ ഒരു മെസ്സേജ് അയക്കുകയോ, എന്നിപ്പോൾ രണ്ടാമത് ഈ സിറ്റുവേഷൻ കൺസിലേഷനിലേക്ക് പോകുന്ന പോലെയാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജീസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എന്താണ് ഇവരുടെ സിറ്റുവേഷൻ? അതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഇവരുടെ സിറ്റുവേഷൻ എന്താണ്? തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള സിറ്റുവേഷൻ എന്താണ്? ഒരു എല്ലാം റിവേഴ്സാണ് വന്നത്. എന്നാൽ ഇവിടെ പോസിറ്റീവ് കാർഡ്സും ഉണ്ട്. ഹാപ്പിനെസ് ഇല്ല തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ. അതുപോലെ തന്നെ ഒരു റിലേഷൻഷിപ്പിൽ ഒരു യൂണിറ്റി ഇല്ലാത്ത പോലെ, ഇപ്പോൾ അറ്റ് ദ മൊമെൻറ്റ് യൂണിറ്റി ഇല്ലാത്ത പോലെ, ഒരു എനർജി ഇല്ല രണ്ടുപേർക്കും. റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാനും ഒരു മടുപ്പ് പോലെ, മനസ്സിലായോ? അപ്പോൾ കുറേ നെഗറ്റിവിറ്റി ഉണ്ട് റിലേഷൻഷിപ്പിൽ എന്നാണ് കാണിക്കുന്നത്. ചിലപ്പോൾ ഒരാൾ മറ്റേ ആളെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ടാവും. രണ്ടുപേരും നാർസിസിസ്റ്റിക് ആണെങ്കിൽ അടി എപ്പോഴും ഉണ്ടാവുമല്ലോ. ഒരാളെ മറ്റേ ആൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ കൺട്രോളിങ്ങിൻ്റെ ആ ഒരു ഫൈറ്റ് വരുമ്പോൾ എപ്പോഴും പൊട്ടിത്തെറികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവർ തമ്മിൽ ഇപ്പോൾ ഒരു ലാക്ക് ഓഫ് എനർജി, ലാക്ക് ഓഫ് പാഷൻ, ഒരു ബോറടിക്കുന്ന പോലെയൊക്കെ ഉണ്ട്. മനസ്സിലായി? എന്നും വഴക്കാകുമ്പോഴത്തേക്കും ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ അവിടെ ചെന്ന് കയറാനായിട്ട്. ഒരു കെയറിങ് ഒന്നും ഇല്ലാത്ത സിറ്റുവേഷൻ പോലെയാണ് ഇവിടെ കാണിക്കുന്നത്. ഏസ് ഓഫ് വാൻഡ്സ് റിവേഴ്സിനെ ക്ലാരിഫൈ, ഒരു ന്യൂ ബിഗിനിങ് പോസിബിലിറ്റി കുറവാണ്. എന്നാലും ആരോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ 7 of Pentaclesഉം ടെമ്പറൻസും, ഈ കമ്മ്യൂണിക്കേഷൻ പോയേക്കുന്നത് രണ്ടാമത് ഇത് പതുക്കെ തുടരാം. അപ്പോൾ പഴയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മറക്കാം, രണ്ടാമത് തുടങ്ങാം റിലേഷൻഷിപ്പ് എന്ന ഒരു സിറ്റുവേഷനിലാണ്. ചിലപ്പോൾ ഇതിനകത്ത് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടാവും. നമ്മളൊരു റിലേഷൻഷിപ്പിൽ നമുക്ക് നമ്മളുടെ ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അതല്ലാതെ നമ്മൾ പൈസ സ്പെൻഡ് ചെയ്യാനകത്ത് നമ്മളുടെ എനർജി, നമ്മളെ സമയം, ഇതൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബുദ്ധിയുള്ളവരെന്താണ് ചെയ്യുക? അവർ കറക്റ്റായിട്ടുള്ള ആളുകളോട് മാത്രമേ അവരുടെ എനർജി ഷെയർ ചെയ്യുള്ളൂ, അവരുടെ പൈസ ഷെയർ ചെയ്യുള്ളൂ, ഇമോഷൻസും സമയമെല്ലാം അങ്ങനെ ഷെയർ ചെയ്യുള്ളൂ. ചിലപ്പോൾ നമ്മൾ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ റിലേഷൻഷിപ്പ് ഒരാളെ കണ്ട് ഇഷ്ടപ്പെട്ടു, അത്രേ ഉള്ളൂ. അത് നമ്മൾ എന്തിനാണ് ഇയാളെ സ്നേഹിക്കുന്നത്, ഇതൊരു കല്യാണത്തിലേക്ക് എത്തുമോ, ഇത് എന്ത് തരം റിലേഷൻഷിപ്പ്, ഇതൊന്നും മിക്കവരും ആലോചിക്കാറില്ല. ഒരാളെ കണ്ട് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് മറ്റേയാളും ചോദിക്കുന്നില്ല, ഇയാളും ചോദിക്കുന്നില്ല. നമ്മളെല്ലാം ചെയ്യുന്നതിനൊരു ഉദ്ദേശം വേണം.
ഇത് ഉദ്ദേശമൊന്നുമില്ല, പോണ പോലെ പോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് മെജോറിറ്റി ആൾക്കാരും റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആകുമ്പോൾ നമ്മൾക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ നമ്മൾക്ക് ഉണ്ടാവുന്ന നഷ്ടം നമ്മൾ ഈ കാണുന്നതല്ല. അത്രയും വർഷം, ഇപ്പോൾ 1 വർഷത്തേക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, 12 മാസം നമ്മൾ ആ പേഴ്സണിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്തു. ആ പേഴ്സണിന് വേണ്ടി കരഞ്ഞിട്ടുണ്ടാവാം, പണം മുടക്കിയിട്ടുണ്ടാവാം, അല്ലേ? എത്രയോ ആൾക്കാരോട് നമ്മൾ പറയുന്ന ആ പേഴ്സണിനെ കുറിച്ച്. ഇതൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതൊന്നും തിരിച്ചു കിട്ടുന്നില്ല. 1 വർഷം കഴിയുമ്പോൾ ആ റിലേഷൻഷിപ്പ് പോയി കഴിഞ്ഞാൽ എന്തായി? വേസ്റ്റായി. ടോട്ടൽ വേസ്റ്റാണ് അത് മുഴുവൻ. പക്ഷെ അതൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല. മനസ്സിലായി? അപ്പോൾ അതാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇവിടെ അത് മനസ്സിലാക്കുന്നുണ്ട് തേർഡ് പാർട്ടിയോ നിങ്ങളുടെ പേഴ്സണോ. കാരണം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർ. ചിലപ്പോൾ അപ്പോൾ ഒരു മേ ബി ഒരു അധികം പഴക്കവും ഇല്ലെങ്കിലും ഇത് കുറച്ച് പഴക്കമുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഇവർ 2 പേരും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരാൾ അതിനെക്കുറിച്ചൊരു ബോധവാനോ ബോധവതിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങോട്ട് വെറുതെ അങ്ങ് വിട്ട് കളയാനായിട്ട് 2 പേർക്കും മനസ്സില്ല എന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഇനി നമ്മൾ വഴക്ക് വേണ്ട, നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ചതിയും വഞ്ചനയൊക്കെ ഉണ്ട്. ഏരീസ് എംപററിനെ ക്ലാരിഫൈ റിവേഴ്സ് എംപറിനെ ക്ലാരിഫൈ ചെയ്യുന്ന അപ്രൈറ്റ് എംപററാണ്. അപ്പോൾ തേർഡ് പാർട്ടി ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണെ ചീറ്റ് ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി ചീറ്റ് ചെയ്തിട്ടുണ്ടാകും. നിങ്ങൾ ചീറ്റ് ചെയ്തിട്ടാണ് തേർഡ് പാർട്ടി ലൈഫിലേക്ക് പോകുന്നത്. ഒരു പ്രാവശ്യം ചീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം നമ്മൾ നനഞ്ഞിറങ്ങിയാൽ പിന്നെ അല്ലേ, പിന്നെ നമുക്ക് കുളിരില്ല എന്ന് പറയില്ലേ? നനഞ്ഞിറങ്ങിയാലാണോ വെള്ളത്തിൽ എന്തോ ഒരു ഇതുണ്ട്. അപ്പോൾ അതുപോലെ ഒരു പ്രാവശ്യം നമ്മൾ ചീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനൊരു ചളിപ്പില്ലാണ്ടാവും. അപ്പം നിങ്ങൾ ചീറ്റ് ചെയ്ത് തേർഡ് പാർട്ടി ലൈഫിലേക്ക് പോയ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെയും ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോട് റിലേഷൻഷിപ്പ് വയ്ക്കുന്ന തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഏതോ ഒരാൾ നല്ലോണം ചീറ്റ് ചെയ്തിട്ട് അതുകൊണ്ടാണ് അടിയും ബഹളവും ഉണ്ടായിട്ട് റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെച്ച് ഇവർ 2 പേരും സലാം കൊടുത്ത് പിരിഞ്ഞതാണ്. പിന്നെയും തിരിച്ചു പോവുകയാണ് അവർ ആ റിലേഷൻഷിപ്പിലേക്ക്. 2 പേർക്കും ആ റിലേഷൻഷിപ്പ് കൈവിട്ട് കളയാൻ മടി. ലിയോ, സ്കോർപ്പിയോ, ഏരീസ്, സാജിറ്റേറിയസ്. ഏരീസ് ഭയങ്കര സ്ട്രോങ് ആണ് ഇവിടെ കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ചീറ്റിംഗ് നടക്കുന്നുണ്ട്. നിങ്ങളുടെ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇതിൽ ചീറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്തത് കൊണ്ടാണ് അൺഹാപ്പിനെസ്. പക്ഷെ എന്നാലും പാസ്റ്റ് ഇവർ തമ്മിൽ സ്പെൻഡ് ചെയ്ത കുറേ സമയം, അപ്പോൾ അവർക്കത് ഓർക്കുമ്പോൾ സങ്കടം വന്നിട്ടാണ് 2 പേരും പിന്നെയും തിരിച്ച് ഈ റിലേഷൻഷിപ്പിലേക്ക് ഇൻവെസ്റ്റഡ് ആയിട്ട് പോകുന്നത്. ഇത് തീർന്ന ഒരു റിലേഷൻഷിപ്പാണ്, പിന്നെയും അവർ പോവുകയാണ് തിരിച്ച്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ കാണിക്കുന്നതാണ് അവരുടെ കറണ്ട് സിറ്റുവേഷൻ. ഇനി തേർഡ് പാർട്ടിയോടുള്ള ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണലുള്ള ഫീലിങ്സ് എന്താണ്? തേർഡ് പാർട്ടി ഇപ്പോൾ അവരുടെ സെൽഫ് വർത്ത് മനസ്സിലായ പോലെ. പിന്നെയും റിവേഴ്സ് കാർഡ്സ് വരുന്നുണ്ടാവും. പോസിറ്റീവ് കാർഡ് ഇഷ്ടം പോലെ ഉണ്ട്. ഇത് പോസിറ്റീവാണ്, 3 of Swords ആണ്, ഹാർട്ട് ബ്രേക്ക് ആണ്. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ വളരെയധികം മോഹിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൺ അറിയാം. തേർഡ് പാർട്ടി പല റിലേഷൻഷിപ്പ് ഉണ്ട് തേർഡ് പാർട്ടിക്ക്. സിംഗിൾ എനർജിയാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടം പോലെ പണം വേണം ജീവിക്കാനായിട്ട്. അവരുടെ ആർഭാട ജീവിതം നയിക്കുന്ന ഒരു തേർഡ് പാർട്ടിയാണിത്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ പേഴ്സണിൽ നിന്നുള്ള പൈസ മാത്രം മതിയാവുന്നില്ല. ഇവർക്ക് പല റിലേഷൻഷിപ്പ് ഉണ്ട്, പലരും ഇവർക്ക് പൈസ കൊടുക്കുന്നുണ്ട്. ഇവർക്ക് സ്നേഹമൊന്നുമില്ല. നിങ്ങളുടെ പേഴ്സൺ അറിയാം തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോട് സ്നേഹമില്ല എന്ന്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ എന്തോ ഒരു ഒബ്സഷൻ ഉള്ള പോലെ തേർഡ് പാർട്ടിയോട്. മനസ്സിലായോ? തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണിൻ്റെ ജീവിതത്തിൽ നിൽക്കുന്നത് പണത്തിന് വേണ്ടിയാണെന്ന് നിങ്ങളുടെ പേഴ്സൺ അറിയാം. അതുകൊണ്ടുള്ള ഭയങ്കരമായ ഹാർട്ട് ബ്രേക്ക് നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. അപ്പോൾ തേർഡ് പാർട്ടിയാണ് നിങ്ങളുടെ പേഴ്സണെ ചീറ്റ് ചെയ്തത്. നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് ഹാർട്ട് ബ്രേക്ക് ഉണ്ടായി, അതുകൊണ്ട് ഭയങ്കര സങ്കടമായപ്പോൾ. അപ്പം നിങ്ങളുടെ പേഴ്സണാണ് തേർഡ് പാർട്ടിയുടെ പുറകെ നടക്കുന്നത്, തേർഡ് പാർട്ടി അല്ല. തേർഡ് പാർട്ടി ഒഴിഞ്ഞു മാറാൻ നോക്കുന്നുണ്ടാവാം, അതല്ലെങ്കിൽ ചിലപ്പോൾ ഒഴിഞ്ഞു മാറുന്നില്ലായിരിക്കും. അവർക്ക് പൈസയാണല്ലോ വേണ്ടത്. അപ്പോൾ അവർക്ക് കിട്ടുന്നത് പിരിക്കട്ടെ എന്ന് അവർ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വന്നാൽ ഓക്കെ, വന്നില്ലെങ്കിലും ഓക്കെ എന്നൊരു സിറ്റുവേഷനാണ് തേർഡ് പാർട്ടിക്ക്. പക്ഷെ നിങ്ങളുടെ പേഴ്സണ് ഇത് വലിയൊരു സീരിയസ് റിലേഷൻഷിപ്പാണ്. നിങ്ങളുടെ പേഴ്സൺ ഇവർക്ക് ലവ് ഓഫർ കൊടുത്തിട്ട് അവർ റിജക്റ്റ് ചെയ്ത് കളഞ്ഞു. അവർക്ക് റിലേഷൻഷിപ്പ് വേണ്ട, അവർക്ക് സ്നേഹമല്ല വേണ്ടത് എന്ന് പറഞ്ഞു. അവരെ നിങ്ങളുടെ പേഴ്സണെ സ്നേഹിക്കാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സണോട്. ഇതൊരു സർപ്പത്തിൻ്റെ ഇതാണ് കാണിക്കുന്നത്. വളരെ മൈൻഡ് ഗെയിംസ് കളിക്കുന്ന ഒരു തേർഡ് പാർട്ടിയാണിത്. നിങ്ങളുടെ പേഴ്സൺ എല്ലാം അറിയാം, പക്ഷേ ഒബ്സഷനാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിക്കെതിരെ ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ മുമ്പിൽ എത്തുമ്പോൾ ഒരു കൊച്ചു കുട്ടി പോലെ ആവുന്നുണ്ട്.
ഒരു ഒരു കാര്യം തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. തേർഡ് പാർട്ടിക്ക് ഇഷ്ടം പോലെ തേർഡ് പാർട്ടി അവർക്ക് പല റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ തേർഡ് പാർട്ടി ഒരു സിംഗിൾ മദർ ആയിരിക്കാം കേട്ടോ. എന്തായാലും ഈ തേർഡ് പാർട്ടിക്ക് ചിലപ്പോൾ കുട്ടികളെ വളർത്താനും വേണ്ടി പൈസ വേണമായിരിക്കും. അപ്പോൾ അവർ ഒരാളെ വിവാഹം കഴിച്ചാൽ അയാളുടെ പൈസ മാത്രമല്ലേ കിട്ടുള്ളൂ. അപ്പോൾ ഇവർക്ക് ആർഭാട ജീവിതം നയിക്കുന്നൊരു എനർജിയാണ്. കുട്ടികളെ നോക്കണം, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അവർക്ക് കൂടുതൽ പൈസ വേണം. അപ്പോൾ അതാണ് അവരുടെ മെയിൻ ഇൻറ്റൻഷൻ. അപ്പോൾ ഇത് കാരണം നിങ്ങളുടെ പേഴ്സൺ മാക്സിമം അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് കൊടുക്കുന്നുണ്ടെങ്കിലും അവരതിൽ സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് ഭയങ്കര ഹാർട്ട് ബ്രേക്ക് ഉണ്ട്. നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഇവരുടെ ഈ സിംഗിൾ മദർ എന്നുള്ള ഒരു ഇത് കണ്ടപ്പം അയ്യോ അവരെ അങ്ങോട്ട് മീൻസ് ഏറ്റെടുക്കണം, അവരുടെ കാര്യങ്ങൾ നോക്കണം, പാവം ഒറ്റയ്ക്കല്ലേ, കുട്ടികളുണ്ട് എന്നൊരു സിമ്പതി നിങ്ങളുടെ പേഴ്സണുണ്ട്. പക്ഷേ തേർഡ് പാർട്ടിക്ക് അതിൻ്റെ ആവശ്യമില്ല. തേർഡ് പാർട്ടി പറഞ്ഞു കഴിഞ്ഞു, എനിക്ക് അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞു. നിങ്ങളുടെ പേഴ്സണാണ് തേർഡ് പാർട്ടിയുടെ പുറകെ പോകുന്നത്. എന്താണ് ഇനി നടക്കാൻ പോകുന്നത്? കുറച്ച് കാർഡ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു നിങ്ങളുടെ പേഴ്സൺ ഈ സിറ്റുവേഷനിൽ നിന്ന് മാറാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ അവിടെ പൂച്ചകൾ കടുപിടി കൂട്ടുന്നുണ്ട്. അതിൻ്റെ സൗണ്ടാണ് കേട്ടോ. അവർക്ക് വേറെ പണിയൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇതിന്ന് വിട്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ല, ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. തേർഡ് പാർട്ടി തിരിച്ചു വരും, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യും, എന്നിട്ട് ഞാൻ ഇതിന്ന് പോകുന്നില്ല എന്നൊരു സിറ്റുവേഷൻ. ഇത് ഭയങ്കര ബേർഡനാണ് നിങ്ങളുടെ പേഴ്സണ്. ഭയങ്കര റെസ്റ്റ്ലെസ് ആണ് പേഴ്സൺ ആയി മാറും. ഫ്യൂച്ചറാണ് നമ്മൾ പറയുന്നത്. റെസ്റ്റ്ലെസ് ആയിട്ട് മാറും. തേർഡ് പാർട്ടി ഭയങ്കര സ്ട്രോങ് ആവും. തേർഡ് പാർട്ടി ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ കുഴപ്പമില്ല, നമ്മൾ സംസാരിക്കാം എന്താന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അവരുടെ സ്വഭാവം മാറുമെന്ന് വിചാരിച്ചാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കാൻ പോകുന്നത്. പക്ഷെ തേർഡ് പാർട്ടി ഭയങ്കര സ്ട്രോങ് ആണ്. അവരുടെ സ്വഭാവം മാറില്ല. അവർക്കത് ശീലമായി. മനസ്സിലായോ? ഈ ഒരു എന്താ പറയുക, ഇങ്ങനെ ജീവിക്കുക എന്നുള്ളത് അവർക്കൊരു ശീലമായി. അവർക്ക് ഇതൊരു പ്രശ്നമേ അല്ല. അപ്പോൾ എന്തായാലും രണ്ടും കൽപ്പിച്ചാണ് ഇതിനകത്ത്. അവർ ഒരു റിലേഷൻഷിപ്പ് ഉപേക്ഷിക്കില്ല. നിങ്ങളുടെ പേഴ്സൺ ഇവരെ ഉപേക്ഷിക്കേണ്ടി വരും. ഞാൻ ജെല്ലൊന്ന് വളച്ചേക്കട്ടെ കേട്ടോ. എന്നിട്ടും കാര്യമൊന്നുമില്ല. അവന്മാര് ഭയങ്കര ഒച്ചെടുക്കും പൂച്ചകൾ, വില്ലന്മാരാണ്. അപ്പോൾ ഇതാണ് പ്രശ്നം ഇവിടെ. നിങ്ങളുടെ പേഴ്സൺ ഇതിൽ നിന്ന് വിട്ട് കളയാൻ ഉദ്ദേശിക്കുന്നില്ല. ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിലകൊള്ളുകയാണ് നിങ്ങളുടെ പേഴ്സൺ കേട്ടോ. ഇതിന്ന് ഈ തേർഡ് പാർട്ടിയിലെ കണക്ഷനിൽ നിന്ന് വിടില്ല എന്നാണ്. തേർഡ് പാർട്ടിക്ക് ആഗ്രഹമില്ല നിങ്ങളുടെ പേഴ്സണെ. അവർക്ക് പൈസയാണ് മെയിൻ. മനസ്സിലായോ? അവർ ഭയങ്കര സ്ട്രോങ് ആണ്. ചില എനർജീസ് കണ്ടിട്ടില്ലേ, ഒരു ഉളുപ്പുമില്ലാന്ന് നമ്മൾ പറയില്ലേ, എന്ന് വെച്ചാൽ മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നവരാണ് അവർ. അവർക്ക് ഒരു റിലേഷൻഷിപ്പോ സ്നേഹമോ ബന്ധങ്ങളില്ല. അവർക്ക് പൈസ കിട്ടണം, അത് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ പേഴ്സൺ ചെന്ന് പെട്ടേക്കുന്നത് അതുപോലത്തെ ഒരു എനർജിയിലാണ്. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫ്യൂച്ചറോ നിങ്ങളുടെ പേഴ്സണോ എന്താണ് നടക്കുന്നത്, നിങ്ങളുടെ ലൈഫിൽ എന്താണ്, അതൊന്നും അവർക്ക് പ്രശ്നമല്ല. അവർക്ക് അവരുടെ പൈസ കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ. അവർ ഭയങ്കരമായിട്ട് നിങ്ങളുടെ പേഴ്സണെ ചതിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ പേഴ്സണെ അറിയുകയും ചെയ്യാം. അതുകൊണ്ടാണ് വഴക്കുണ്ടാക്കിയിട്ട് രണ്ടുപേരും വേർപിരിഞ്ഞത്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ അത് വിട്ടുകളയാൻ പറ്റുന്നില്ല. പേഴ്സൺ പിന്നെയും തിരിച്ച് ചെന്ന് കയറണം. അപ്പോൾ ഇനി ഫ്യൂച്ചറിലും ഈ പേഴ്സൺ ഭയങ്കര സ്ട്രെസ്സായിരിക്കും നിങ്ങളുടെ പേഴ്സണ്. കാരണം ഇവരോട് ഭയങ്കര ഒബ്സഷനാണ് നിങ്ങളുടെ പേഴ്സണ്. മനസ്സിലായോ? ഇതൊരു വലിയ ബുദ്ധിമുട്ടാണ്. എന്നാലും വെയിറ്റ് ചെയ്യാൻ തന്നെയാണ് ഈ പേഴ്സൺ. എന്തെങ്കിലും ഇവരുടെ മനസ്സ് മാറി തിരിച്ചു വരുമെന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. മണ്ടത്തരമാണ് എന്തെങ്കിലാണ്. അതാണ് രണ്ടാമത്തെ റീഡിങ്. ഇവിടെ ക്യാൻസർ, ബാക്കി ഞാൻ സോഡിയക് സൈനൊക്കെ പറഞ്ഞു. വേറെ പുതിയതായിട്ടൊന്നും വന്നിട്ടില്ല ഇവിടെ. മുമ്പ് ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക സിനിമകളും ഇങ്ങനെ പെണ്ണുങ്ങൾ എന്താ പറയുക, ഫീമെയിൽ ആധിപത്യമുള്ള സിനിമകൾ പോലെയാണ് വരുന്നത്. ഇന്നലെ ഞാൻ യൂട്യൂബിൽ ഒരു സിനിമയുടെ ഒരു ക്ലിപ്പിംഗ് കണ്ടു. അതിനകത്ത്
ഭർത്താവ് ഭാര്യയെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയോ എന്തോ ചെയ്യുമ്പോൾ അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് എടുത്തിട്ട് അങ്ങനെ പാടില്ല. എന്നിട്ട് ഭാര്യയും അയാൾക്ക് ഗേൾ ഫ്രണ്ടും ഭാര്യയും കൂടി ഇയാളുടെ എതിരെ നിന്നിട്ട് പിന്നെ അവിടെ ഒരു സ്ത്രീ ഉണ്ട്. അവർ വന്നിട്ട് എല്ലാവരും മുമ്പിൽ വെച്ച് പറയുന്നു, ആർക്കും ഒരു സ്ത്രീയുടെ ശരീരത്തിൽ അവളുടെ ഇഷ്ടമില്ലാതെ തൊടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആൾക്കാർ അവിടെ ഭയങ്കര കമൻസ് ഇടുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ പക്ഷേ എന്താ പറയുക, എല്ലാ ജെൻഡറിലും സ്ട്രോങ് ആയ ആളുകളുണ്ട്, വീക്കായ ആളുകളുണ്ട്. വീക്കായ ആളുകളെ മറ്റുള്ളവർ മുതലെടുക്കും. സ്ട്രോങ് ആയ ആളുകൾക്ക് കീഴ്പ്പെട്ട് ഇതേ ആളുകൾ തന്നെ സ്ട്രോങ് ആയ എനർജീസിന് കീഴ്പ്പെട്ട് ജീവിക്കും. പക്ഷേ അവരിലും വീക്കായ ആളുകളെ അവർ മുതലെടുക്കും. ഇതൊരു വല്ലാത്തൊരു സൈക്കിളാണ്. അത് എപ്പോഴും ഉള്ളതാണ്. അത് എനിക്കൊരു മനുഷ്യകുലം ഉണ്ടായപ്പോൾ തുടങ്ങിയുള്ള പരിപാടിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇപ്പോൾ കാലം മാറി വരുന്നു, ചിന്തകൾ മാറി വരുന്നു. അപ്പോൾ ഇവിടെ 2 സ്ത്രീ എനർജീസോ 2 പുരുഷനെന്ന് എനിക്കറിയില്ല. ആ എനർജീസിൽ ഒരെണ്ണം ഭയങ്കര സ്ട്രോങ്, അത് മറ്റുള്ളവരെ മുതലെടുക്കുന്നു. ഈ 2ാമത്തെ റീഡിങ്ങിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അതുപോലെ ഈ പേഴ്സൺ അവരെ മുതലെടുക്കുന്നത്, നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ ആരും ആയിക്കോട്ടെ, നിങ്ങളെ മുതലെടുക്കുന്നത്, അങ്ങനത്തെ ഒരു ഇത്. ഏതായാലും ഞാൻ 3ാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ഇത് 3ാമത്തെ റീഡിംഗ് ആണ്, കാർഡാണ് ഇത്. നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള എനർജിയാണ്. നമുക്ക് ഓറക്കിൾ മെസ്സേജിലേക്ക് പോവാം. ഓക്കെ, അത് വീഴാൻ പോയത്, അപ്പം ഞാൻ പിടിച്ച് ആക്കിയ പോലെ പിന്നെ അത് വീണു. ഓക്കെ, ആദ്യത്തെ കാർഡ് സ്നേക്ക്. പ്യൂരിഫൈ ത്രൂ യുവർ ത്രോട്ട് ചക്ര. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിരിക്കണം. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് തന്നെ ആയിരിക്കണം പറയുന്നത്. ആരോട് എന്താണ് എപ്പോഴാണ് പറയേണ്ടതെന്ന് വളരെ ക്ലിയർ ആയിരിക്കണം നിങ്ങളുടെ മനസ്സിൽ. എംബ്രേസ് ചേഞ്ച് ഓഫ് പ്ലേസ് വിത്ത് കോഷൻ. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ചേഞ്ച് വരികയാണ്. അതൊരു പുതിയൊരു സ്ഥലത്തേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ ആ യാത്ര നിങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തോന്നുകയാണെങ്കിലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വേണം അങ്ങോട്ട് പോകാനെന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഒരു അപകടം പതിയിരിക്കുന്നുണ്ടാവാം എവിടെയോ. അപ്പോൾ പിന്നെ ഓം എന്ന് പറഞ്ഞ യൂണിവേഴ്സൽ സൗണ്ട് അത് ജപിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ തേർഡ് ഐ ചക്ര, കണക്ട് വിത്ത് ഡിവൈൻ ഗൈഡൻസ്. നമ്മൾ ഈ ചക്രാസ് അൺബ്ലോക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് നേച്ചറായിട്ട് അല്ലെങ്കിൽ ദൈവമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഈ ശരീരം നമ്മളുടെ ചുറ്റും എനർജിയാണ്, ദൈവം എനർജിയാണ്, നമ്മൾ എനർജിയാണ്. അപ്പോൾ ഈ എല്ലാം കണക്റ്റഡ് ആണ്. ഓരോ ജീവജാലവും ആറ്റം എനർജിയാണ്. അപ്പോൾ ഓരോ ജീവജാലത്തിലുള്ള എല്ലാ ജീവജാലത്തിലും ആറ്റം ഉണ്ട്. ഈ ആറ്റം എനർജിയാണ്. അത് എല്ലാത്തുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ നമ്മളുടെ ശരീരമായിട്ട് വെള്ളത്തിന് ഒരു കണക്ഷൻ ഉള്ളതുകൊണ്ടാണ് നമുക്കത് യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. നമ്മൾ കഴിക്കുന്ന പച്ചക്കറികൾ, മാംസം, മീൻ, ഇതെല്ലാം നമ്മളുടെ ശരീരത്തിന് ആയിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് അതുകൊണ്ട് ഉപയോഗം ഉണ്ടാവുന്നത്. അതല്ല, നമ്മൾ ശരീരത്തിൽ കണക്റ്റഡ് അല്ലാത്ത സാധനങ്ങൾ നമ്മുടെ ശരീരത്തിൽ കയറുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. മനസ്സിലാവണം? അപ്പോൾ ആ കണക്ഷൻ നമ്മൾ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ശരീരത്തിലുള്ള ചക്രാസ് എല്ലാം അൺബ്ലോക്ക്ഡ് ആയിരിക്കണം, ക്ലെൻസ്ഡ് ആയിരിക്കണം. അപ്പോൾ തേർഡ് ഐ ചക്ര ക്ലിയർ ആണ്. ഈ 3ാം തൃക്കണ്ണ് എന്ന് പറയുന്നത് അതാണ് നെറ്റിയിൽ എവിടെയാണ്. അപ്പോൾ അത് ക്ലിയർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഡിവൈൻ ഗൈഡൻസ് കിട്ടുകയുള്ളൂ. നമുക്ക് എപ്പോഴും മെസ്സേജസ് കിട്ടുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാവണം. നമ്മളുടെ ചോദ്യങ്ങൾക്ക് എപ്പോഴും നമ്മളുടെ മനസ്സിലുയരുന്ന ചോദ്യങ്ങൾ, നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മനുഷ്യരായിട്ട് നമ്മൾക്ക് റെസ്പോൺസ് തരുന്നില്ലെങ്കിലും പല വിധത്തിൽ നമുക്ക് റെസ്പോൺസ് കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്കത് മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി വളർത്തിയെടുക്കണം. അതാണ് തേർഡ് ഐ ചക്ര എന്ന് പറയുന്നത്. പിന്നെ ത്രിശൂൽ, ദ പവർ. ദിസ് കാർഡ് ബ്രിങ്സ് ഫോർ ദ സിംബോളിസം ഓഫ് ദ ത്രിശൂൽ ഓർ ട്രൈഡന്റ്, representing the power to break free from illusion and ego. ഈ നമ്മളുടെ നമ്മൾക്ക് ഈഗോ വരുമ്പോൾ നമുക്ക് കണ്ണുകൾ അന്ധകാരമാവുന്നതാണ്. കാരണം ജ്ഞാനം കുറയുകയാണ് ചെയ്യുന്നത്.
മനസ്സിലായോ? ഈഗോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ മുമ്പിൽ, ഞാൻ. മനസ്സിലായോ? ആ ഒരു ചിന്ത. ഞാൻ അല്ല ശരിക്കും. എല്ലാം കൂടിയതാണ്, എല്ലാമായിട്ട് കണക്റ്റഡ് ആണ്. ഞാൻ എല്ലാവരിലും ഡിപ്പെൻഡഡ് ആയിട്ട് ജീവിക്കുന്ന ഒരു എനർജിയാണ്. വായു ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ഭക്ഷണം ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല, വെള്ളമില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എനിക്ക്. അപ്പം ഞാൻ എല്ലാത്തിലും ഡിപ്പെൻഡഡ് ആണ്. ആ ഒരു ബോധം നമുക്ക് വേണം. ഈ പുഴയിൽ ഒഴുകുന്ന വെള്ളം, ഈ വെറുതെ നമ്മൾ കാണുന്ന ഈ വെള്ളം നമുക്കില്ലാതെ പറ്റില്ല. ഈ പൊള്യൂട്ടഡ് ആയാലും അല്ലെങ്കിൽ ഈ ചുറ്റുമുള്ള വായു, നമുക്ക് കാണാൻ പറ്റാത്ത സാധനം, അതില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഭക്ഷണമില്ലാണ്ട് നമുക്ക്, അപ്പം നമ്മൾ എല്ലാത്തിലും ഡിപ്പെൻഡഡ് ആണ്. മനസ്സിലായി? അപ്പം പിന്നെ നമ്മൾ ഞാനെന്ന ഭാവം നമുക്ക് എങ്ങനെ, എവിടെ നിന്നാണ് വരുന്നത് അല്ലേ? അപ്പോൾ ആ ഒരു 10 വയസ്സ് വരെയെങ്കിലും അമ്മയിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു എനർജിയാണ് നമ്മൾ. രണ്ട് കാലിൽ നടക്കാനും ജോലിയൊക്കെ ആയി കഴിയുമ്പോൾ അഹങ്കാരം വരും, അത് വേറെ കാര്യം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ആ ബോധം വേണം. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മളുടെ അന്ധകാരങ്ങളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ്, അതിനെ ഭേദിച്ച് വരാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ തൃശൂലം. മനസ്സിലായോ? അപ്പോൾ തൃശൂലം എന്താണ്? വിസ്ഡമാണ്, അറിവ്. അറിവ് നമുക്ക് എവിടെ നിന്നാണ് വരുന്നത്? സ്പിരിച്വൽ ഗ്രോത്തിൽ നിന്നാണ് വരുന്നത്. മനസ്സിലായോ? ഈ നമ്മളുടെ ബൈബിൾ ആണെങ്കിലും ഖുറാൻ ആണെങ്കിലും എല്ലാം നമ്മളോട് നല്ല കാര്യങ്ങളാണ് പറയുന്നത്. അത് നല്ല കാര്യങ്ങൾ പറയുന്നത് അതുപോലെ മനസ്സിലാക്കണം നമ്മൾ. അവിടെയാണ് നമ്മളുടെ വിജയം. അതാണ് ജ്ഞാനം. ഇപ്പോൾ രാമായണം, മഹാഭാരതം, വേദങ്ങൾ എല്ലാത്തിലും പറയുന്നുണ്ട് കാര്യങ്ങൾ. അത് നമ്മൾ അതിൻ്റെ കാര്യം മനസ്സിലാക്കുക. അപ്പോഴാണ് ജ്ഞാനം വരുന്നത്. ഓക്കെ, കുറേ തലകുന്നു. ഇനിയിപ്പം ബാക്കി നമുക്ക് നോക്കാം. അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെയും തേർഡ് പാർട്ടിയുടെയും ഇപ്പോഴത്തെ എനർജി എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. 6 ഓഫ് പെൻറ്റക്കിൾസ്. 6 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ ഷെയറിങ്, ഒരു തേർഡ് പാർട്ടി കണക്ഷൻ. നിങ്ങളുടെ പേഴ്സൺ ഇത് ക്ലിയർലി തേർഡ് പാർട്ടി കണക്ഷനാണ് കാണിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഈ പടത്തിൽ കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് 2 തേർഡ് പാർട്ടി ഉണ്ടോ? ഇതൊരു തേർഡ് പാർട്ടി റീഡിംഗ് ആണല്ലോ. അപ്പോൾ 2 തേർഡ് പാർട്ടി ഉണ്ടോ, അതോ തേർഡ് പാർട്ടിയുടെ ചിന്ത നിങ്ങൾക്ക് കൂടുതൽ ആ പേഴ്സൺ സമയം തരുന്ന, തേർഡ് പാർട്ടിക്ക് കുറച്ച് സമയം കൊടുക്കുന്നു എന്നൊരു ചിന്തയുണ്ടോ? അങ്ങനെ ഒരു തോന്നലുണ്ട്. അല്ലെങ്കിൽ ഇവിടെ 2 തേർഡ് പാർട്ടി ഉണ്ടാവണം. ജഡ്ജ്മെന്റ്. ഇവിടെ ജഡ്ജ് ചെയ്യുന്നുണ്ട് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ. അപ്പോൾ അബാൻഡൻമെന്റ് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പൈസ കുറവ്, പൈസ ഇല്ലായ്മ, ദാരിദ്ര്യം. അപ്പോൾ ഒരു തേർഡ് പാർട്ടിക്ക് ദാരിദ്ര്യമാണോ? ഈ ചില സമയം നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് തേർഡ് പാർട്ടി ആലോചിക്കുന്നത്, നിങ്ങളുടെ പേഴ്സണെ അടുത്ത് ഇഷ്ടം പോലെ പൈസ ഉണ്ട്, അത് നിങ്ങൾ ഫാമിലിക്ക് വേണ്ടി ചിലവാക്കുന്നു, എന്തുകൊണ്ട് എനിക്ക് തരുന്നില്ല, അങ്ങനെ ഒരു ഇത്. അപ്പോൾ ഒരു ജഡ്ജ്മെന്റ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണുമായിട്ട് നടക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണോട് തേർഡ് പാർട്ടി പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് മുഴുവൻ ചിലവാക്കുന്നത്, പിന്നെ എന്നെ എന്തിനാണ് ഇതിനകത്തേക്ക് വലിച്ചിട്ടേക്കുന്നത് എന്നൊരു ചിന്ത ഇവിടെ വരുന്നുണ്ട്. സ്കോർപിയോ സോഡിയാക് സൈൻ ആണത്. തേർഡ് പാർട്ടിയെ നിങ്ങളുടെ പേഴ്സൺ ഒരു വിലയില്ലാത്ത പോലെയും കാണിക്കുന്നുണ്ട് ഇവിടെ. നമുക്ക് നോക്കാം മുമ്പോട്ട് പോകുമ്പോൾ എന്താണ് ഇവിടുത്തെ കഥ എന്ന്. ഈ കാർഡിലെ കഥ എന്താണെന്ന് നോക്കാം. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഭവാനി, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. എന്താണ് സിറ്റുവേഷൻ ഇവിടുത്തെ? നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള സിറ്റുവേഷൻ എന്താണ്? ഇവിടെ ഒരു മൈൻഡ് ഗെയിംസ് കളിക്കുന്ന പോലെ കേട്ടോ. പക്ഷേ രണ്ടുപേരും വഴക്ക്, ഇത് രണ്ടുപേരുടെയും ഉള്ളിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ തേർഡ് പാർട്ടി ചൊറിയുന്നുണ്ട്. ഇങ്ങനെ ചൊറിയുന്ന പറയില്ലേ, വെറുതെ ഒരു കാര്യമില്ലാണ്ട് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നില്ല, അതുപോലെയാണ്. കാരണം നിങ്ങളുടെ പേഴ്സണോട് തേർഡ് പാർട്ടി ഒരു സിറ്റുവേഷനിൽ ഒരു സ്ത്രീ തേർഡ് പാർട്ടിയാണ് കേട്ടോ. ഞാനൊരു എക്സാമ്പിൾ പറയുന്നത്, തേർഡ് പാർട്ടിയാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള പേഴ്സണ് ഓൾറെഡി ഫാമിലി ഉണ്ട്, എന്നിട്ടാണ് ആ പേഴ്സൺ ഇവരോട് റിലേഷൻഷിപ്പ് വയ്ക്കുന്നത്. എന്ത് പറ്റുമെന്ന് അറിയാം, നമുക്ക് തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വൈഫിനോടോ ഹസ്ബൻഡിനോടോ ഹാപ്പി അല്ലാത്തത്, അല്ലെങ്കിൽ അവിടെ കിട്ടാത്ത എന്തെങ്കിലും കാര്യം അന്വേഷിച്ചിട്ടായിരിക്കും ആൾക്കാർ പുറത്തേക്ക് അന്വേഷിച്ച് പോകുന്നത്. അപ്പോൾ ഈ പുറത്തുള്ള തേർഡ് പാർട്ടീസ് ആ ഹസ്ബൻഡിനെയോ വൈഫിനെയോ ആരാണോ ഇവരുടെ റിലേഷൻഷിപ്പ് ഉള്ളത് അവരെ കൺട്രോൾ ചെയ്യാൻ നോക്കുമ്പോൾ ആ റിലേഷൻഷിപ്പ് പ്രശ്നങ്ങളിലേക്ക് പോകും. അപ്പോൾ ഒരാൾക്ക് സിമ്പതി തോന്നിയിട്ട് അവരോട് കൂടുതൽ അടുപ്പം കാണിക്കുമ്പോൾ നമ്മളത് വില കൊടുക്കുക. ഒരിക്കലും ഒരു തേർഡ് പാർട്ടിക്ക് ഒരു ആളിൽ
ഒരിക്കലും ആധിപത്യം സ്ഥാപിക്കാൻ പറ്റില്ല, കാരണം ലീഗൽ ബോണ്ടില്ല. മനസ്സിലായോ? അതൊരു പ്രശ്നമാണ്. അപ്പം മിക്കവാറും തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ആദ്യം നിങ്ങളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകും, പിന്നെ നിങ്ങൾ അവിടെ കയറി ആധിപത്യം സ്ഥാപിക്കാൻ നോക്കും. മനസ്സിലായി? അയാളെ കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ ആ സ്ത്രീയെ കൺട്രോൾ ചെയ്യാൻ നോക്കും. അവരോട് അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ആ ഡ്രസ്സ് ഇടരുത്, ആ സമയത്ത് പുറത്ത് പോകരുത് എന്നൊക്കെ പറയാൻ തുടങ്ങുമ്പോൾ പ്രശ്നങ്ങളായി. അങ്ങനെയാണ് തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളുണ്ടാകുക. ഇവിടെ അതുപോലത്തെ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. തേർഡ് പാർട്ടി എപ്പോഴും നിങ്ങളുടെ പേഴ്സണെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ അത് സഹിച്ചു നിൽക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്നറിയില്ല. അപ്പോൾ എന്തായാലും ഇവിടെ മൈൻഡ് ഗെയിംസ് കുറേ കളിക്കുന്നുണ്ട് തേർഡ് പാർട്ടി. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഡിസിഷൻ എടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു വഴക്കുണ്ടാവും. അതുമാത്രമല്ല, ഈ തേർഡ് പാർട്ടി ഇത്രയും ഇറിറ്റേഷൻ ചെയ്യുന്ന തേർഡ് പാർട്ടി നിങ്ങളുടെ ഫാമിലിയിൽ വന്ന് പ്രശ്നങ്ങൾ, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ല ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ട്രൈ ചെയ്യും. കാരണം എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ ആ ആട് 2-ൽ ഇരുമ്പ് അബ്ദുള്ള പറയുന്ന പോലെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ വേറെ ആർക്കും കിട്ടണ്ട, അങ്ങനത്തെ ചില മൈൻഡുള്ള ചില ആളുകളുണ്ട്. മനസ്സിലായോ? അപ്പോൾ അതുപോലത്തെ ഒരാളാണ് ഈ തേർഡ് പാർട്ടി. അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ വളരെ സൂക്ഷിച്ചാണ് നിൽക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് ഡിസിഷൻ എടുക്കണം എന്നുണ്ട്, തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കണം എന്നുണ്ട്. കാരണം തേർഡ് പാർട്ടി വലിയൊരു തലവേദനയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു പ്രശ്നം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, തമ്മിൽ അടി അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധം തകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് ഉപേക്ഷിക്കാത്തത്. കാരണം തേർഡ് പാർട്ടി നേരെ വന്ന് നിങ്ങളോട് കാര്യങ്ങൾ പറയും. മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു തേർഡ് പാർട്ടിയോട് ഹാപ്പിനെസ് ഉണ്ടെന്നാണ്, ഹാപ്പിനെസ് അന്വേഷിച്ചിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിലേക്ക് പോയത്. പക്ഷെ ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഇത് എന്തിനാണ് ഞാൻ ഇതിനകത്ത് വന്ന് കയറിയെന്ന്. അത് പക്ഷേ ആരോടും പറയുന്നില്ല നിങ്ങളുടെ പേഴ്സൺ, അത് സീക്രട്ടായിട്ട് വെച്ചേക്കുകയാണ്. കാരണം നിങ്ങളുടെ പേഴ്സണ് ധൈര്യമില്ല. തേർഡ് പാർട്ടി ചിലപ്പോൾ ഈ പേഴ്സണിൻ്റെ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയിൽ ഒരു കുഞ്ഞുണ്ടാകും, അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണിൽ ഒരു കുഞ്ഞുണ്ട്. അതാണൊരു പ്രശ്നം. മനസ്സിലാവുണ്ടോ? അപ്പോൾ അതൊരു ബ്ലാക്ക് മെയിലിംഗ് ടെക്നിക്ക് ആയിട്ടാണ് തേർഡ് പാർട്ടി വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ധൈര്യം കുറവാണ്. അതുകൊണ്ട് മാത്രമാണ് റിലേഷൻഷിപ്പ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യണമെന്നാണ് പറയുന്നത്, ഒരു കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തേർഡ് പാർട്ടിയിൽ നിങ്ങളുടെ പേഴ്സണെ പണ്ടേ പരിചയമുള്ളവരാണ്. പക്ഷേ ഈ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കണം എന്നുണ്ട്, പക്ഷെ അത് പറ്റുന്നില്ല. ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് വലിയ ബഹളം ഉണ്ടാവും, നിങ്ങൾ അറിയും ഇതെല്ലാം. അതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ പേഴ്സൺ ഈ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത്. ഇവിടെ സ്കോർപിയോ, ക്യാൻസർ, ലിയോ, ടോറസ്, ലിയോ, അക്വയർ, സ്കോർപിയോ, ഇത്രയും സോഡിയാക് സൈനാണ് കാണിക്കുന്നത്. ഇനി നമ്മൾ നോക്കാം തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ള ശരിക്കുള്ള ഫീലിങ്സ് എന്താണ്. പേഴ്സൺ ഈ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിൽ ഭയങ്കര ബേൺഡ് ഔട്ട് ആണ്. എന്ന് വെച്ചാൽ ഭയങ്കര ഡിസാറ്റിസ്ഫാക്ഷൻ ആണ്. ഹാപ്പിനെസ് അന്വേഷിച്ചാണ് പോയത്, പക്ഷെ ഭയങ്കര തലവേദനയാണ് തേർഡ് പാർട്ടി. അപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത്. പക്ഷേ ഈ ഒരു കുഞ്ഞിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് നിങ്ങളുടെ പേഴ്സണ് ഇതിൽ നിന്ന് പോരാൻ പറ്റില്ല. പിന്നെ അതുപോലെ തേർഡ് പാർട്ടി പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ഈ റിലേഷൻഷിപ്പിലേക്ക് കയറിയത് ചിലപ്പോൾ ചില സമയത്ത് എന്ത് പറ്റുന്ന വെച്ചാൽ പരിചയമുള്ള ഫ്രണ്ട്സിന് പരിചയമുള്ള ഏതെങ്കിലും ഒരു ബന്ധമായിരിക്കാം ഇത്. മനസ്സിലായോ? അപ്പോൾ ഫ്രണ്ട്സ് വഴി പരിചയപ്പെട്ടിട്ട് റിലേഷൻഷിപ്പിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ തേർഡ് പാർട്ടി നല്ലതാണ് എന്ന് പറഞ്ഞിട്ടായിരിക്കാം കയറി. ചിലപ്പോൾ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ അല്ലെങ്കിൽ ഭാര്യയെ ഉപേക്ഷിച്ച് പോയ ഒരു പുരുഷൻ, അങ്ങനെ വല്ലതും ആയിരിക്കും തേർഡ് പാർട്ടി. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നല്ല ഉദ്ദേശത്തോടെയാണ് അങ്ങോട്ട് ചെന്നത്. പക്ഷേ സീരിയസ് ആവണമെന്നോ ഇതൊരു റിലേഷൻഷിപ്പിലേക്ക് പോകണമെന്നോ ഇങ്ങനൊരു കുട്ടിയുടെ കാര്യം ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഒരു റിസ്ക് എടുത്തതാണ്, ഒരു തമാശ, ഒരു ടൈം പാസിന് ചെന്ന് കയറിയതാണ്. പക്ഷേ അത് ഭയങ്കരമായ തലവേദനയായിട്ട് മാറുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഇവിടെ കമ്മിറ്റഡ് അല്ല. തേർഡ് പാർട്ടിയോട് ഒരു കമ്മിറ്റ്മെൻറ്റും നിങ്ങളുടെ പേഴ്സൺ ഇല്ല. പക്ഷേ ഇറങ്ങാൻ പറ്റില്ല. ഇറങ്ങിയാൽ പണിയാവും. 8ൻ്റെ പണിയാണ് ഇവിടെ കിട്ടിയേക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ. ഒരു കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഇവിടെ ടെമ്പറൻസും ഡെത്തും കാണിക്കുന്നുണ്ട്. ഒരു ബാലൻസ് കൊണ്ടുവരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഇതൊരു എക്സ്ട്രീമിലാണ്. തേർഡ് പാർട്ടി ഹാപ്പി ആണെങ്കിൽ ഭയങ്കര ഹാപ്പി ആക്കും നിങ്ങളുടെ പേഴ്സണെ. ദേഷ്യമാണെങ്കിൽ അത്രയും ദേഷ്യമാണ്. മനസ്സിലായി? അപ്പോൾ ഇറിറ്റേറ്റ് ചെയ്യും നിങ്ങളുടെ പേഴ്സണെ. അതുകൊണ്ട് തന്നെ ഇതിനൊരു അവസാനം കൊണ്ടുവരണം എന്ന് നിങ്ങളുടെ പേഴ്സൺ പല പണിയും നോക്കിയിട്ട് ഒരു രക്ഷയില്ല ഇവിടെ.
ഫുൾ കാർഡ് കാണിക്കുന്നുണ്ട്. ഹാപ്പിനെസ് അന്വേഷിച്ചാണ് ഇവിടെ ചെന്ന് കയറിയത്. 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. എല്ലാം കൊണ്ടും ഹാപ്പി ആയിരിക്കും എന്ന പ്രതീക്ഷയിലാണ് അവിടെ ചെന്ന് കയറിയത്. പക്ഷേ ചിലപ്പോൾ ഫ്രണ്ട് മരിച്ചപ്പോൾ ഫ്രണ്ടിൻ്റെ വൈഫ്, അല്ലെങ്കിൽ ഫ്രണ്ട് മരിച്ചപ്പോൾ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡിന് സിമ്പതി കൊടുക്കാൻ പോയതായിരിക്കാം. അങ്ങനെ എന്തോ ആണ് ഇവിടെ കയറി ഇവിടെ ഒരു പ്രശ്നമായിരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ പേഴ്സണിൽ നിന്ന് ശരിക്കും പേഴ്സണൽ ഒരു എംപ്രസ് ആയിട്ടാണ് കണ്ടിരുന്നത്. വളരെ കോൺഫിഡൻ്റ് ആയ ഒരു എനർജി, വളരെ സെൽഫ് സഫിഷ്യൻ്റ് ആയ ഒരു എനർജി. പക്ഷേ അടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഒന്നുമല്ല എന്ന് മനസ്സിലായത്. മനസ്സിലാവണോ? ദൂരെ നിന്ന് കണ്ടപ്പോൾ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നിപ്പോഴാണ് പേഴ്സൺ മനസ്സിലായത്. അവിടെ ചെന്ന് കയറിയപ്പോൾ അവരെ ദൂരെ നിന്ന് കാണുമ്പോൾ ഭയങ്കര സർവം സഹയായ, ഭയങ്കര കേപ്പബിളായ, എല്ലാ കാര്യം നോക്കി നടത്താൻ കഴിവുള്ള ഒരു എനർജി ആയിട്ടാണ് ഇവിടെ കണ്ടത്. തിരിച്ച് അടുത്ത് കഴിഞ്ഞപ്പോഴാണ് ലാവിഷായിട്ട് ജീവിക്കുന്ന, വരവിനധികം ചെലവ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അതുപോലെ സ്വന്തം കാലിൽ പ്രാപ്തിയില്ല, എല്ലാം മറ്റുള്ളവർ ചെയ്ത് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. വളരെ മറ്റുള്ളവരിൽ നിന്ന് അനുകമ്പ നേടിയെടുക്കാനാണ് ഇവർ നോക്കുന്നത്. മനസ്സിലാവുണ്ടോ? എപ്പോഴും എനിക്ക് അതില്ല ഇതില്ല എന്ന് പറയുന്ന ഒരു എനർജി, എന്തൊക്കെ ഉണ്ടെങ്കിലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തൊരു എനർജി, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്തൊരു എനർജി. മനസ്സിലായോ? അങ്ങനത്തെ ഒരു എനർജി ആയിട്ടാണ് തേർഡ് പാർട്ടിയെ നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അതൊരു വലിയ തലവേദന ആവുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ പ്രശ്നം. അതുപോലെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണ്, ചില സ്ത്രീകൾ റീഡിങ് എടുക്കാൻ വരുമ്പോൾ എന്നോട് പറയാറുണ്ട്, അയാളെ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല എന്ന്, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയും. മനസ്സിലായി? അങ്ങനത്തെ ഒരു ചിന്ത. അപ്പം നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു. അപ്പോൾ തേർഡ് പാർട്ടിയുടെ ലൈഫിലേക്കോ തേർഡ് പാർട്ടിക്ക് വലിയ എന്തോ അവരുടെ സൗന്ദര്യം കണ്ടിട്ടാണ് ഇയാൾ വന്ന് കയറിയത് എന്നൊരു ചിന്ത ഉണ്ടായിട്ടുണ്ടാവും തേർഡ് പാർട്ടിക്ക്. പക്ഷേ തേർഡ് പാർട്ടിയെയും നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആയിരിക്കും നല്ല കഴിവുള്ള, കാണാൻ സൗന്ദര്യമുള്ള ഒരു സ്ത്രീയായിട്ട് അല്ലെങ്കിൽ പുരുഷനായിട്ടായിരിക്കും കണ്ടത്. പക്ഷെ അടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഇതെല്ലാം പുറംപൂച്ചാണെന്ന് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാവും. ഒരു കപ്പാസിറ്റി ഇല്ല, ഒരു കേപ്പബിലിറ്റി ഇല്ലാത്ത ഒരാളാണ് തേർഡ് പാർട്ടി എന്ന് മനസ്സിലായത് അപ്പോഴാണ് നിങ്ങളുടെ പേഴ്സണ്. എന്തായാലും നിങ്ങളുടെ പേഴ്സൺ ആകെ നട്ടം തിരിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇനി എന്താ നടക്കാൻ പോകുന്നത്? ഓക്കെ, ഇവിടെ ഒരു അവസാനം വരുന്നുണ്ട് കേട്ടോ. തേർഡ് പാർട്ടിയും ഓവർലി ഇമോഷണലാണ്. നിങ്ങളുടെ പേഴ്സണും ഭയങ്കര, ഇവർ ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ ഭയങ്കര പ്രശ്നമാവും. തേർഡ് പാർട്ടി ഭയങ്കര അബ്യൂസീവ് ആവും. മനസ്സിലായോ? ഭയങ്കര അബ്യൂസീവ് ആവും, ഭയങ്കര ഗ്രീഡി ആവും, ആർത്തിയാവും അവർക്ക് പൈസയ്ക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അത് നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര ഇമോഷണലി അൺസ്റ്റേബിൾ ആവും. ഇവിടെ ലവേഴ്സ് കാണിക്കുന്നുണ്ട്, പക്ഷെ അത് ഈ ലവ് റിലേഷൻഷിപ്പ് അവസാനിക്കുമെന്ന്, ഇവിടെ വിവാഹം നടക്കില്ല. ഒരു റീകൺസിലിയേഷൻ നിങ്ങളുമായിട്ടായിരിക്കാം. ഒരു തിരിച്ചറിവ് വരും നിങ്ങളുടെ പേഴ്സൺ. അതന്നെ, ഒരു തിരിച്ചറിവ് വരും നിങ്ങളുടെ പേഴ്സണ്. തേർഡ് പാർട്ടിയെ കൊള്ളില്ല. തേർഡ് പാർട്ടിയായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങളുടെ പേഴ്സൺ അവസാനിപ്പിക്കും. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് സക്സസ്ഫുൾ ആകുക. നിങ്ങളോട് തെറ്റ് ചെയ്തു, അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ഒരു റീകൺസിലിയേഷന് വരും. അതിനു മുമ്പ് ചിലപ്പോൾ നിങ്ങളൊരു ഡിവോഴ്സിന് ഫയൽ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാൻ വഴിയുണ്ട്. ഇവിടെ ഒരു ഇത് കാണിക്കുന്നത് മാരേജ് റിവേഴ്സൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ രണ്ടാമത് തേർഡ് പാർട്ടിയിൽ നിന്ന് അതൊരു ചാൻസ് ആയിട്ട് എടുത്തിട്ട് ഈ തേർഡ് പാർട്ടി ആയിട്ടുള്ള കണക്ഷൻ ഉപേക്ഷിച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നാണ് പറയുന്നത്. ഒരു തിരിച്ചറിവുണ്ടാവും, നിങ്ങളാണ് ശരിക്കുള്ള ഈ പേഴ്സണിൻ്റെ സോൾമേറ്റ് കണക്ഷൻ എന്ന്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ തേർഡ് പാർട്ടി ഈ പേഴ്സൺ ഉപേക്ഷിക്കും. കുറച്ച് നാളെടുക്കും അത്. കാരണം ആ ഒരു ധൈര്യം സംഭരിക്കണമല്ലോ നിങ്ങളുടെ പേഴ്സൺ. പിന്നെ നിങ്ങൾക്ക് ആ ഒരു മനസ്സ് വരണം ഡിവോഴ്സ് ഫയൽ ചെയ്യാനുള്ളത്. ഇപ്പോൾ ഈ തേർഡ് പാർട്ടി ബ്ലാക്ക് മാജിക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയില്ല, ഈ പേഴ്സണെ അവരുടെ പരിധിക്ക് തന്നെ നിർത്താൻ വേണ്ടിയിട്ട്. എന്തായാലും അവർ ഭയങ്കര സ്നേഹമൊക്കെ അഭിനയിക്കും നിങ്ങളുടെ പേഴ്സണോട്. പക്ഷെ പേഴ്സൺ ഓൾറെഡി മനസ്സിലായി ഇത് വെറുതെയാണ്, ഈ തേർഡ് പാർട്ടിയുടെ സ്നേഹപ്രകടനമെല്ലാം ഇവിടെ ഒന്നും, ഇതെല്ലാം വെറുതെ ഫേക്ക് ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി ഉപേക്ഷിച്ചിട്ട് പോരും നിങ്ങളുടെ അടുത്തേക്ക്. അക്വേറിയസ്, ടോറസ്, ലിയോ, അക്വേറിയസ്, Scorpio, Gemini, Taurus, Libra, Leo, Sagittarius, Scorpio, Aquarius, Cancer,
ലിയോ, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, പിന്നെ സ്കോർപ്പിയോ. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് അവസാനത്തെ റീഡിംഗ് ആണ് ഇന്നത്തെ. ഇതോടുകൂടി ഓക്കെ, ഈ നിമിഷം വരെ എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും വളരെ വളരെ നന്ദി. എല്ലാവർക്കും ദൈവം സമാധാനവും സംതൃപ്തിയും സന്തോഷവും എല്ലാം തരാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. എല്ലാവരും സേഫായിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.